ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നമ്മളിന്ന് ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈക്കോളജിയിൽ നാം പല തരത്തിലുള്ള ടോപ്പിക്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്, ഇൻട്രസ്റ്റ്, അങ്ങനെ പല തരത്തിലുള്ള ടോപ്പിക്സ്. ദെൻ ഇതിൽ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യൻ്റെ മാനസിക പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം ഇൻ്റലിജൻസ് ആണ്. നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ കഴിയുന്നു, നമുക്ക് എത്രത്തോളം ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു, ഇതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇൻ്റലിജൻസ് അഥവാ ബുദ്ധി ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും, പ്രത്യേകിച്ച് മാനസിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ പെരുമാറുന്നത്, ഇതെല്ലാം എൻ്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്, ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. സോ ചിന്തയെ നിർണ്ണയിക്കുന്നത്, ചിന്ത എത്രത്തോളം കൃത്യമായിട്ട് നടക്കണമെന്ന് നിർണ്ണയിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഇവിടെ നിന്ന് പല പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു എക്സാമിന് ചോദിച്ച ചോദ്യം ഇതാണ്: ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് 55 to 70 എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് അഥവാ IQ. അപ്പോൾ IQവിനെ കുറിച്ച് നമുക്ക് പഠിക്കണം എന്നതിൻ്റെ സൂചനയാണിത്. ദെൻ അടുത്ത പരീക്ഷയ്ക്കും മറ്റൊരു തരത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. A 12-year-old boy has mental age of 80 years. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ in which type of mental retardation he belongs to? അവൻ ഏത് തരത്തിലുള്ള മെൻ്റൽ റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യമാണ് നേരിടുന്നത്? ദെൻ അടുത്ത ചോദ്യം: The mental age of a person is 30. ഒരാളുടെ മെൻ്റൽ ഏജ് 30 ആണ്, ക്രോണോളജിക്കൽ ഏജ് 30 ആണ്. എന്നാൽ അയാളുടെ IQ എത്ര? ഈ 3 ചോദ്യങ്ങളും കാണുമ്പോൾ IQവിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഓരോ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് IQവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ഇൻ്റലിജൻസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റലിജൻസ് അഥവാ എന്താണ് ബുദ്ധി എന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള മറുപടികൾ വരും, അല്ലേ? ഇൻ്റലിജൻസ് ഈസ് ദ ജനറൽ കപ്പാസിറ്റി ഫോർ കോംപ്രിഹെൻഷൻ ആൻഡ് റീസണിങ് ദാറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ വേരിയസ് വേസ്. അപ്പോൾ വളരെ ചുരുക്കി നമുക്കിങ്ങനെ പറയാം, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കഴിവാണ്, കപ്പാസിറ്റിയാണ്, ശേഷിയാണ്, അല്ലെ? കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമതയാണ്. ഫോർ കോംപ്രിഹെൻഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അതേപോലെ റീസണിങ്, വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരാളുടെ കഴിവാണ്. ദാറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ വേരിയസ് വേ. ഇങ്ങനെ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പല തരത്തിൽ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ചിന്തയെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പല തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ആ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത വിവിധ തലത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും യുക്തിപരമായിട്ട് ചിന്തിക്കാനും ലോജിക്കലി തിങ്ക് ചെയ്യാനും കഴിയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മെൻ്റൽ ഓർ cognitive ability which helps the person in solving his actual life problems and leading a happy and well contented life. ഒരു മനുഷ്യൻ്റെ നല്ല സന്തോഷമുള്ള ജീവിതത്തിന് എന്ത് വേണം? അവൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. മനുഷ്യരുടെ ജീവിതം, നാം ഓരോ ആളുകളുടെയും ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജീവിതമാണ്. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാകും എന്ന അർത്ഥത്തിനാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഒരുപാട് ടാസ്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. ഈ ടാസ്കുകളെല്ലാം പരിഹരിച്ച് വേണം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓരോ ടാസ്കുകൾ അഥവാ ഓരോ പ്രോബ്ലംസ് വരും. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റിയാണ്, മെൻ്റൽ എബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന മാനസികമായ കഴിവ് നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ട് എങ്കിലും, എന്തിനേറെ പറയുന്നു, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കൂടിയും മാനസിക പ്രവർത്തനങ്ങൾ നടക്കണം. മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ മാനസികമായിട്ട് ചിന്തിക്കണമെങ്കിൽ
ബുദ്ധി വേണം. അപ്പോൾ ശരിക്കും ബുദ്ധിയില്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പ്രവർത്തനങ്ങൾ പോലും നടക്കില്ല എന്നാണ് അർത്ഥം. സോ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രശസ്തരായിട്ടുള്ള രണ്ടാളുകൾ വെഷ്ലറും ലോ ലുട്ടോയും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ, നമുക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ എല്ലാം നമുക്ക് എന്ത് വേണം? നമുക്ക് ബുദ്ധി വേണം എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? സോ ഡെഫിനിഷൻസിൽ വെഷ്ലർ പറയുന്നത്, വെഷ്ലർ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സ്കെയിലാണ് വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. ഇന്നും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റലിജൻസ് സ്കെയിലാണ്. അത് രൂപകൽപ്പന നൽകിയവരിൽ ഒരാളാണ് വെഷ്ലർ. വെഷ്ലർ പറയുന്നു, ഇൻ്റലിജൻസ് ഈസ് ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി, ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ എൻവയോൺമെൻറ്റ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ യുക്തിപരമായി ചിന്തിക്കാൻ, തിങ്ക് റാഷണലി, യുക്തിപരമായി ചിന്തിക്കാൻ, ആക്ട് പർപ്പസ്ഫുള്ളി, ആലോചിച്ച് പ്രവർത്തിക്കാൻ. ആക്ട് പർപ്പസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കാൻ, യാന്ത്രികമായി പ്രവർത്തിക്കുന്നതല്ല, കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്നതിനാണ് ആക്ട് പർപ്പസ്ഫുള്ളി എന്ന് പറയുന്നത്. നമ്മുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കുന്നത് റിഫ്ലക്സ് ആക്ഷനാണ്. അതൊരു പക്ഷേ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ ഈ ക്ലാസ്സിനിടയിൽ ഞാൻ ഇങ്ങനെ നടക്കുന്നതും നിങ്ങളുടെ മുന്നിലേക്ക് കൈ ചൂണ്ടുന്നതെല്ലാം ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ പർപ്പസ്ഫുള്ളി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. അപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കാനും പർപ്പസ്ഫുള്ളി പ്രവർത്തിക്കാനും ഡീൽ എഫക്റ്റീവ്ലി, വളരെ ഫലപ്രദമായിട്ട് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, തൻ്റെ മുന്നിൽ വരുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് ചെയ്യാനും ഒരാൾക്കുള്ള ഗ്ലോബൽ കപ്പാസിറ്റി. അപ്പം അതെനിക്ക് മാത്രമുള്ളതല്ല, ഈ ലോകത്തെ എല്ലാവരിലും ഉള്ളതാണ്. അപ്പോൾ അത്തരം ഒരു ഗ്ലോബൽ കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ബുദ്ധി എന്ന് പറയുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകത്തുക, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം ടോട്ടൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സം ടോട്ടലിനെയാണ് യുക്തിപരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടപെടാനുമുള്ള കഴിവിൻ്റെ ആകത്തുകയെ, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ കപ്പാസിറ്റി, എല്ലാവരിലുമുള്ള ആ ഒരു ക്ഷമതയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ ലോ ലുട്ടോ പറയുന്നത്, ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു മാസ്റ്റർ ദ ഇൻഫോർമേഷൻ ആൻഡ് സ്കിൽസ് നീഡഡ് ടു സക്സീഡ് വിൻ എ പെർട്ടിക്കുലർ കൾച്ചർ. ഒരു നിശ്ചിത സംസ്കാരത്തിൽ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങളുണ്ടോ, എന്തൊക്കെ കഴിവുകളുണ്ടോ, അതിനെ എല്ലാം മാസ്റ്റർ ചെയ്യുന്ന, അഥവാ അതിലെല്ലാം പ്രാഗൽഭ്യം നേടുന്ന കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ടു മാസ്റ്റർ ദ ഇൻഫോർമേഷൻ, വിവരങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രം പോരാ. മാസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ പ്രാഗൽഭ്യം നേടണം. അപ്പോൾ നമുക്ക് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും കഴിവുകളും, സ്കിൽസ്, എബിലിറ്റി ടു ഡു എ വർക്കാണ് സ്കിൽസ്. നമുക്കൊരു പ്രവർത്തനം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സ്കിൽ, പ്രാവീണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയും നമ്മെ സഹായിക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി ഇല്ലെങ്കിൽ വിവരങ്ങൾ, അറിവ് ശേഖരിക്കാൻ കഴിയില്ല, പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇതിനടുത്ത മാങ്കൽ എന്ന് പറയുന്ന മറ്റൊരാൾ പറഞ്ഞ ഡെഫിനിഷനാണ്, ഇൻ്റലിജൻസ് ക്യാൻ ബി ഡിഫൈൻ ആസ് എ സോർട്ട് ഓഫ് മെൻ്റൽ എനർജി. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു അതൊരു മെൻ്റൽ എനർജിയാണ്. ഇൻ ദ ഫോം ഓഫ് എ മെൻ്റൽ ഓർ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. അതിൻ്റെ രൂപം എങ്ങനെയാണ് വരുന്നത്? മാനസികമായിട്ടുള്ള കഴിവ്, കോഗ്നിറ്റീവ് മെൻ്റൽ രണ്ടും രണ്ടാണ്. അപ്പോൾ മാനസിക കഴിവാണ് അവൈലബിൾ വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിൽ കാണുന്ന മാനസികമായിട്ടുള്ള കഴിവാണ്. അപ്പോൾ അതൊരു മെൻ്റൽ എനർജിയാണ്. അത് കാണപ്പെടുന്നത് ഒരു മെൻ്റൽ എബിലിറ്റി എന്ന രൂപത്തിലാണ്. which enables him to handle his environment in terms of adaptation to face novel situations as effectively as possible. നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ, നോവൽ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്, പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ അതുമായിട്ട് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, പൊരുത്തപ്പെട്ടു പോകാൻ നമ്മെ സഹായിക്കുന്ന മാനസിക കഴിവാണ് ബുദ്ധി. അപ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വളരെ യുക്തിപരമായി എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ് ഇൻ്റലിജൻസ്. ഫലത്തിൽ എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്, അവർ ഉപയോഗിക്കുന്ന വേർഡ്സിൽ വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ അല്ലേ? സോ ഇവയിൽ നിന്നെല്ലാം നമുക്ക് ഇൻ്റലിജൻസ് എന്താണ് എന്ന് മനസ്സിലായി. സോ ഇൻ്റലിജൻസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇൻ്റലിജൻസ് രൂപപ്പെടുന്നതിൽ പാരമ്പര്യത്തിനും
പരിസരത്തിനും, പര്യാവരണം എന്നാണ് എൻവയോൺമെന്റിന് നമ്മൾ പച്ച മലയാളത്തിൽ പറയുക, പാരമ്പര്യത്തിനും പര്യാവരണത്തിനും എന്തൊക്കെ ബന്ധമുണ്ട് എന്ന് നമുക്ക് നോക്കാം. Intelligence is the capacity of the mind to understand facts, concepts, principles and apply them to practice. നമുക്ക് പല തത്വങ്ങളും സങ്കല്പങ്ങളും തിയറീസും മനസ്സിലാകണമെങ്കിലും അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലും ബുദ്ധി വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം പഠിക്കണമെങ്കിലും പ്രാവർത്തികമാക്കണമെങ്കിലും ബുദ്ധി വേണം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എ പേഴ്സൺ ടു അക്വയർ നോളജ്, ലേൺ ആൻഡ് കോംപ്രിഹെൻഡ് ഇൻഫോർമേഷൻ. കാര്യങ്ങൾ പഠിക്കാനും കൃത്യമായിട്ട് വിവരങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ബുദ്ധി. അപ്പോൾ അറിവുകൾ ആർജിക്കുക, അക്വയർ എന്ന് പറഞ്ഞാൽ ആർജിക്കുക, കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, അപഗ്രഥിക്കുക, ഇവയ്ക്കെല്ലാം നമുക്ക് ബുദ്ധി വേണം. ഈ ബുദ്ധി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ബോത്ത് നേച്ചർ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റിയാണ് കേട്ടോ, ഹെറിഡിറ്റി നമ്മുടെ പാരമ്പര്യവും അതേപോലെ നാച്ചർ പ്രകൃതി എൻവയോൺമെന്റ് നമ്മുടെ പരിസരവും പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ പാരമ്പര്യത്തിനും പര്യാവരണത്തിനും ഒരേപോലെ പങ്കുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, രണ്ടിനും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുക. Parents can influence their offsprings both by direct genetic transmission and the kind of environment they provide. നമ്മുടെ പാരൻസിൻ്റെ പ്രത്യേകത, പാരൻസിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത് അല്ലേ, അവരുടെ ഓഫ്സ്പ്രിങ് ആണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഗുണങ്ങൾ രക്ഷകർത്താക്കളിൽ നിന്നും കുട്ടികളിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഹെറിഡിറ്റി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് പാരൻസിൽ നിന്നുണ്ടാകുന്നു. അതേസമയം തന്നെ നാം ജീവിക്കേണ്ട ചുറ്റുപാട് ഒരുക്കി തരുന്നതും പാരൻസ് ആണ്. അങ്ങനെ പാരിസ്ഥിതികമായിട്ടുള്ള സ്വാധീനവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാരൻസ് നമ്മളെ പാരമ്പര്യമായിട്ടും പാരിസ്ഥിതികമായിട്ടും സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലേ. നമ്മുടെ ജീവിത ചുറ്റുപാട് സെറ്റപ്പ് ചെയ്ത് തരുന്നത്, കുട്ടിക്കാലത്ത് സെറ്റപ്പ് ചെയ്ത് തരുന്നത് നമ്മുടെ പാരൻസ് ആണ്. വൈൽ ഹെറിഡിറ്റി പ്രൊവൈഡ്സ് ദ ഇൻഹെറന്റ് എബിലിറ്റീസ്, നമുക്ക് പാരമ്പര്യത്തിലൂടെ കിട്ടുന്നത് ജന്മനാ കിട്ടുന്ന കഴിവുകളാണ് അല്ലേ. പാരമ്പര്യത്തിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് അത് നമുക്ക് പാരമ്പര്യത്തിലൂടെ കിട്ടുന്നതാണ്. പരിസരത്തിൽ നിന്ന് കിട്ടുന്നതോ ദെയർ ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ്. നമ്മുടെ പരിസരം എന്ന് പറയുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും പലതരത്തിലുള്ള ഇടപെടലുകൾ നാം നടത്തുന്നു. ആ ഇടപെടലുകളും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. ആൻഡ് ഫർദർ ഷേപ്സ് ദോസ് എബിലിറ്റീസ്. ആ ഒരു ഇടപെടലിൽ നിന്നും, ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് ആ ഒരു ഇടപെടലിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ മകൾ അവർക്ക് ഡോക്ടറാകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ജനിതകമായിട്ട് കിട്ടിയിരിക്കുന്ന കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും മക്കൾ എന്താകാറില്ല, ഡോക്ടേഴ്സ് ആകാറില്ല. അവരുടെ പരിസരം കൂടി അവരെ സ്വാധീനിക്കുന്നു. പിൽക്കാലത്ത് പരിസരത്തിൻ്റെ സ്വാധീനത്താൽ അവരുടെ ലക്ഷ്യങ്ങൾ പല തലത്തിലേക്ക് മാറുന്നു, അവരുടെ ബുദ്ധിവികാസം പല തലത്തിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കുക. ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഇൻ ഇൻ്റലിജൻസ് among individuals are explained by the level at which heredity and environmental factors have influenced the development of intelligence. അപ്പോൾ ഓരോ വ്യക്തിയിലും ബുദ്ധിയിൽ വ്യത്യാസമുണ്ടാകും. നാം പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ ഓരോ ആളുകളുടെയും ബുദ്ധിയുടെ തോതിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം അവർ ജനിച്ച കുടുംബത്തിൻ്റെ വ്യത്യാസവും അവർ വളർന്ന പരിസരത്തിൻ്റെ വ്യത്യാസവുമാണ്. അപ്പോൾ നമ്മൾ ബുദ്ധി വ്യത്യാസത്തിൻ്റെ കാരണം നമ്മുടെ പാരമ്പര്യവും നാം ജനിച്ചു വളർന്ന പരിസരവുമാണ്. അപ്പോൾ ഓരോ ആളുകളും വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവരിൽ ബുദ്ധിയിലെ വ്യത്യാസം ഉണ്ടാകുന്നു. ഇൻ്റലിജൻസ് എബിലിറ്റീസ് റൺ അലോങ് വിത്ത് ഫാമിലീസ്. കുടുംബത്തിലൂടെയാണ് ഇൻ്റലിജൻസ് വളർന്നു വരുന്നത് അല്ലേ. ജീൻസ് കൺസേൺഡ് വിത്ത് ഇൻ്റലിജൻസ് ആർ പാസ്ഡ് ഫ്രം പാരൻസ് ടു ദെയർ ചിൽഡ്രൻ. ജനിക്കുന്ന സമയത്ത് ജനിതക വേരുകളിലൂടെ കുട്ടികളിലേക്ക് രക്ഷകർത്താക്കളുടെ ഇൻ്റലിജൻസ് എബിലിറ്റി കടന്നു വരുന്നു. ചിൽഡ്രൻ ബോൺ ഓഫ് പാരൻസ് വിത്ത് ഹൈ IQ ആർ ലൈക്ലി ടു ഹാവ് ഹൈ IQ. അപ്പോൾ നല്ല IQ ഉള്ള പാരൻസിൻ്റെ കുട്ടികളിൽ IQ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈക്ലി ടു ഹാവ് എന്നാണ് കേട്ടോ. അങ്ങനെ IQ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ബുദ്ധിയുള്ള പാരൻസ് ആണെങ്കിൽ കുട്ടികളും ബുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറയാൻ കാരണം. അതാണ് പലപ്പോഴും ചീത്ത പറയുന്ന കൂട്ടത്തിൽ പാരൻസിന് കൂടി ചീത്ത കേൾക്കേണ്ടി വരുന്നത്. കാരണം പാരൻസിൻ്റെ പല ഗുണങ്ങളും പാരമ്പര്യമായിട്ട് ആർക്ക് കിട്ടും? കുട്ടികൾക്ക് കിട്ടും.
some of the cognitive domains such as processing information, speed of receiving information, verbal comprehension, working memory, perceptual organization of information are determined by factors. അപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രോസസ്സിങ് ഇൻഫർമേഷൻ. ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിനാണ് പ്രോസസ്സിങ് ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ. അതേപോലെ റിസീവിങ് ഇൻഫർമേഷൻ്റെ സ്പീഡ്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. വേർബൽ കോംപ്രിഹെൻഷൻ, കേട്ട കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. വർക്കിംഗ് മെമ്മറി, ഓർമ്മശക്തി. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്. ഇവകളെല്ലാം ജനിതക ഘടകങ്ങളിലൂടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈൻസിലെ മിക്ക കാര്യങ്ങളും ജനിതകപരമായിട്ടുള്ള കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതിന് തെളിവായിട്ട് ടിംസിൽ നടന്ന കുറച്ച് പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. എല്ലാവരിലും ഇൻ്റലിജൻസ് പാരമ്പര്യമായിട്ടാണോ അതല്ല പരിസരത്തിൻ്റെ സ്വാധീനം മൂലമാണോ ഇൻ്റലിജൻസ് ഉണ്ടാകുന്നത് എന്ന് പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ട്വിൻസുകളിൽ കുറച്ച് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഇവിടെ പറയുന്നത്. ട്വിൻസ് ആൻഡ് അഡോപ്ഷൻ സ്റ്റഡീസ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. ബുദ്ധിവികാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ബുദ്ധിവികാസത്തിൽ പാരമ്പര്യത്തിനും പരിസരത്തിനും എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആരിൽ? ട്വിൻസിലാണ്. ട്വിൻസ് ആൻഡ് അഡോപ്ഷൻ അഥവാ ഇരട്ടകളായിട്ടുള്ള രണ്ട് കുട്ടികൾ. ഈ കുട്ടികളിൽ ഒരാൾ അവരുടെ ബയോളജിക്കൽ പാരൻസ്, യഥാർത്ഥ പാരൻസിൻ്റെ അടുക്കൽ ജീവിക്കുന്നു. മറ്റൊരാളെ വേറെ രണ്ട് കപ്പിൾസ് വന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവരിലുണ്ടാകുന്ന ഇൻ്റലിജൻസ് എങ്ങനെയാണ് എന്നുള്ള പരീക്ഷണം വന്നിട്ടുണ്ട്. സോ സം ഓഫ് ദ ഫാക്ട്സ് റിവീൽഡ് ബൈ റിസർച്ച് സ്റ്റഡീസ് ആർ. അപ്പോൾ ചില ഗവേഷണങ്ങളിൽ പറയുന്നത് identical twin studies showed similar IQ for the twins even when they were reared up in different environments. ഒരു ബയോളജിക്കൽ പാരൻസിൽ നിന്നും ഉണ്ടായ രണ്ട് കുട്ടികൾ, ട്വിൻസ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ, ഇവരെ എന്ത് ചെയ്തു? ഇവർ രണ്ട് പരിസരത്തിൽ ജീവിക്കുന്നു. അഥവാ ഒരു കുട്ടി ബയോളജിക്കൽ പാരൻസിൻ്റെ കൂടെയും മറ്റൊരു കുട്ടി അഡോപ്റ്റ് ചെയ്ത പാരൻസിൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവരുടെ IQ സെയിം ആണ്. അഥവാ ബയോളജിക്കൽ പാരൻസ്, അവരുടെ ബയോളജിക്കൽ പാരൻസിൻ്റെ IQ ആണ് അവർ കാണിക്കുന്നത്. അതിനർത്ഥം പാരമ്പര്യ സ്വാധീനമാണ് കൂടുതലുള്ളത് എന്നാണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ജെനറ്റിക് ഫാക്ടേഴ്സ് ആക്ട് ആസ് ദ പ്രൈമറി ഫാക്ടർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. അല്ലേ? അപ്പോൾ ഒരു കുട്ടി അവൻ്റെ ബയോളജിക്കൽ പാരൻസിൽ നിന്നും മാറി നിൽക്കുന്നു എങ്കിൽ കൂടിയും അവൻ ആരുടെ ഗുണം കാണിക്കുന്നുണ്ട്? ബയോളജിക്കൽ പാരൻസിൻ്റെ ഗുണം കാണിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അവനെ സ്വാധീനിച്ചിരിക്കുന്നത് അവൻ ജീവിക്കുന്ന പരിസരമല്ല, മറിച്ച് അവനിൽ ജന്മനാ കിട്ടിയിട്ടുള്ള, ജനിതകമായിട്ട് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് എബിലിറ്റിയാണ് അവനിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല. Adoption studies showed that adopted children exhibited intelligence similar to their biological parents. ഇവിടെ ഈ നടത്തിയ പരീക്ഷണത്തിൽ ബയോളജിക്കൽ പാരൻസിൻ്റെ ഗുണമാണ് കൂടുതൽ ട്വിൻസ് ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്നത്. അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിലും ബയോളജിക്കൽ പാരൻസിൻ്റെ ഗുണമാണ് കാണിക്കുന്നത്. സോ ഇൻ്റലിജൻസ് ഈസ് നോട്ട് എൻറ്റയർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് കരുതി നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ജെനറ്റിക് ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മുടെ ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇതിനൊരു എക്സാമ്പിളായിട്ട് അല്ലു അർജുൻ്റെ ഒരു ഫിലിമുണ്ട്. ജയറാമിൻ്റെ മകനായിട്ടുള്ള അല്ലു അർജുനെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലേ? ഷിഫ്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പം അയാൾ വളരെ ഇൽ ട്രീറ്റ് ചെയ്യാണ്. നന്നായിട്ടൊന്നുമല്ല അല്ലു അർജുനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും അല്ലു അർജുൻ ആരുടെ ബുദ്ധിയുണ്ട്? ബയോളജിക്കൽ പാരൻ്റ് ആയിട്ടുള്ള, ഫാദർ ആയിട്ടുള്ള ജയറാമിൻ്റെ ബുദ്ധിയാണ് കാണിക്കുന്നത്. ജയറാം പലപ്പോഴും പറയുന്നു അവനിൽ ഞാൻ എന്നെ കാണുന്നു. സോ അതിനർത്ഥം ജനറ്റിക്കായിട്ട് ഫാദറിൽ നിന്നുള്ള എബിലിറ്റി ആര് പ്രദർശിപ്പിക്കുന്നു? ഈ ഒരു കുട്ടി പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ ഹീറോ ആയിട്ടുള്ള അല്ലു അർജുൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈവൻ അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാട് വ്യത്യാസമാണെങ്കിൽ കൂടിയും. സോ നമുക്ക് ഈ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് മാത്രമാണ് ഒരാളുടെ ബുദ്ധിയെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് എ ചൈൽഡ് ഈസ് റൈസ്ഡ്, ഒരു കുട്ടി വളർന്നു വരുന്ന പരിസരം, പ്രീ നാറ്റൽ ഇൻഫെക്ഷൻസ്, അവന് ഉണ്ടാകുന്ന പ്രീ നാറ്റൽ ഇൻഫെക്ഷൻസ്, ജനിക്കുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതേപോലെ കെയർ, അവന് കിട്ടുന്ന പരിചരണം, അഫെക്ഷൻ, അവന് കിട്ടുന്ന സ്നേഹം,
ആൾസോ ഹാവ് എ പ്രൊഫൗണ്ട് എഫക്റ്റ് ഓൺ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. അതും ബുദ്ധിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പരിസരത്തിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും പിന്തുണയും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇൻ്റലിജൻസിൽ പരിസരമാണോ പാരമ്പര്യമാണോ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു മലയാളം വെബ് സീരീസ് ഉണ്ടോ, 1000 Babies എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടോ. അതിൽ കുട്ടികളെ സ്വാപ്പ് ചെയ്യുന്നതാണ് കഥ. ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നതാണ് കഥ. അതിൽ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, ബയോളജിക്കൽ പാരൻസിൻ്റെ ഗുണം തന്നെ കാണിക്കുന്നു. ചില കുട്ടികൾ നിലവിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾ പാരൻസിൻ്റെ ഗുണമാണ് കാണിക്കുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ ലീഡറിനെ കാണിക്കുന്നത് ഓർമ്മയുണ്ടോ? ആ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ക്യാരക്ടർ അയാളുടെ ബയോളജിക്കൽ ഫാദറിൻ്റെ ഗുണമല്ല കാണിക്കുന്നത്. അയാളെ അഡോപ്റ്റ് ചെയ്ത ഫാദർ ആരായിരുന്നു? അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് ചെയ്തതാണ്. അപ്പോൾ അയാളുടെ ബയോളജിക്കൽ ഫാദർ അല്ല, നിലവിൽ അയാളെ വളർത്തുന്ന ഒരു ഫാദറുണ്ട്. ആ ഫാദർ പൊളിറ്റിക്കൽ ലീഡറാണ്. അയാളുടെ ബയോളജിക്കൽ ഫാക്ടർ എന്തല്ല, ഫാദർ എന്തല്ല, പൊളിറ്റിക്കൽ ലീഡർ അല്ല. അഥവാ ഒരു ബേബി, ഈ ബേബിയുടെ ബയോളജിക്കൽ ഫാദർ ആരാണ്? ഒരു ബച്ചറാണ്, അഥവാ ഇറച്ചി വെട്ടുന്ന ആളാണ്. ദെൻ അവൻ്റെ വളർത്തച്ഛൻ ആരാണ്? ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഈ ബേബി കാണിക്കേണ്ടത് ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള ബയോളജിക്കൽ ഫാദറിൻ്റെ ഗുണമാണ്. പക്ഷെ അങ്ങനെയല്ല കാണിക്കുന്നത്. എന്താ കാണിച്ചത്? അദ്ദേഹത്തെ വളർത്തുന്ന പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഫാദറിൻ്റെ ഗുണമാണ്. അതിന് കാരണം ആ ഫാദർ നന്നായിട്ട് ഇയാളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇയാളെ നോക്കുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പരിചരണവും നമുക്ക് കിട്ടുന്ന സ്നേഹവും നാം വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന പരിഗണന ഇതെല്ലാം ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. ജനിതക ഗുണങ്ങൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ദിസ് മേ ഓൾസോ ഇൻക്ലൂഡ് സ്കൂളിംഗ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂള്, പ്ലേ, നമ്മൾ ഇടപെടുന്ന വിനോദങ്ങൾ, ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങൾ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട്, നമ്മുടെ കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട്, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സറൗണ്ടിങ് അറൗണ്ട് ഹോം, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഭൗതികവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ചുറ്റുപാട്, ഇവയും നമ്മുടെ ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, നമുക്ക് കിട്ടുന്ന ഭക്ഷണം പോലും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു, അല്ലേ? ഈ ന്യൂട്രീഷൻ വളരെയധികം പ്രധാനമാണ്. സം ഓഫ് ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ്റലിജൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ബിലോ. അപ്പോൾ നമുക്ക് ജനിതകമായിട്ട് ബുദ്ധി സ്വാധീനിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ പാരമ്പര്യം മാത്രമല്ല, പരിസരവും ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക, പല ആളുകളും ഇഗ്നോർ ചെയ്യുന്ന ഒരു സാധനമാണ്, ചിൽഡ്രൻ ഫെഡ് വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ എക്സിബിറ്റ് ഹയർ IQ സ്കോർസ് ദാൻ മാൽനറിഷ്ഡ് ചിൽഡ്രൻ. പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിച്ച് വളരുന്ന കുട്ടികളിലാണ് IQ കൂടുതലുണ്ടാവുക. ആരേക്കാൾ? പോഷക ആഹാരങ്ങൾ കിട്ടാത്ത കുട്ടിയേക്കാൾ പോഷക സമൃദ്ധമായിട്ടുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് കാര്യമില്ല, ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല, ജങ്ക് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ, എന്നെക്കാൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബേഴ്സും വൈറ്റമിൻസും കാൽസ്യം ഒക്കെ ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോഴാണ് IQ വർദ്ധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പോഷകാഹാരം നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ട്. Then many studies have shown that fetal alcohol syndrome delays language development and reduces motor coordination and mental development. So fetal alcohol syndrome അത് ചെറിയൊരു സംഗതിയൊന്നുമല്ല. ഈ fetal alcohol syndrome എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ അമ്മ ആൽക്കഹോൾ കൺസ്യൂം ചെയ്താൽ, മദ്യപിച്ചു കഴിഞ്ഞാൽ അത് ആരെ അഫക്റ്റ് ചെയ്യും? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. ഇത് ഒരു ക്രോണിക് ഡിസീസായിട്ട് മാറും. കുട്ടിക്ക് അതൊരു ക്രോണിക് ഡിസീസ്, അഥവാ അതിൻ്റെ ഇമ്പാക്റ്റ് ജീവിത അവസാനം വരെ കുട്ടിയെ വേട്ടയാടുന്നുണ്ട്. സോ മെനി സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഡിലേസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇത് കാരണമായിട്ട് കുട്ടിയുടെ ഭാഷാവികാസം താമസിക്കും. റെഡ്യൂസസ് മോട്ടോർ കോർഡിനേഷൻ, കുട്ടിയുടെ ചലന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശരിക്ക് ചലനം നടക്കില്ല. മെന്റൽ ഡെവലപ്മെന്റ്, മാനസിക വികാസത്തെ ബാധിക്കും. അപ്പോൾ ഗർഭാവസ്ഥയിൽ അമ്മ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണം പോലും, കുട്ടി ഗർഭത്തിൽ കിടക്കുമ്പോൾ അമ്മ കഴിക്കുന്ന ആഹാരമാണ് കുട്ടിയും കൺസ്യൂം ചെയ്യുന്നത്, അല്ലെ, വലിച്ചെടുക്കുന്നത്. അപ്പോൾ അമ്മ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഇൽ എഫക്റ്റ് ആർക്കും കിട്ടുന്നുണ്ട്, അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും കിട്ടുന്നുണ്ട്. സോ ന്യൂട്രീഷൻ കുട്ടിയുടെ ജനനത്തിന് ശേഷം മാത്രമല്ല, ജനനത്തിന് മുന്നേ അമ്മ എന്ത് കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. Then children reared in homes with high social economic status record high IQ scores compared to the children raised in low income homes. മറ്റൊരു ഘടകമാണ് നല്ല സാമ്പത്തികമുള്ള, നല്ല സാമൂഹിക ചുറ്റുപാടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് IQ കൂടുതലായിരിക്കും. കാരണം അവർക്ക് ടെൻഷനില്ല, അവർക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല, അവരുടെ മാനസിക ശേഷി വളരെ പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ സാമൂഹിക സാമ്പത്തിക നിലവാരം കൂടിയ വീട്ടിലെ കുട്ടികൾക്ക് IQ കൂടുതലായിരിക്കും മറ്റു കുട്ടികളെ അപേക്ഷിച്ച. സെറ്റല്ലേ? ദെൻ ഫോർമൽ സ്കൂളിംഗ് ഇൻഫ്ലുവൻസിങ് ഇൻ്റലിജൻസ്. അതേപോലെ കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് കൂടും. കുട്ടിയെ സ്കൂളിൽ വിടാതെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ ചെയ്യാൻ പറ്റും, ഓൺലൈൻ പഠനം നടത്താൻ കഴിയും. പക്ഷേ ഫോർമൽ സ്കൂളിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലാണ് ബുദ്ധിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഫോർമൽ സ്കൂളിംഗ് തന്നെയാണ് ഇൻ്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ഈ ഒരു സ്കൂളിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കരിക്കുലം, മെത്തഡോളജി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം സയൻറ്റിഫിക്കലി സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ഒരു ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇൻഫോർമൽ നോൺ ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റത്തിന് അത്ര കണ്ട് ഒരു സയൻറ്റിഫിക് ബേസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റം കുട്ടിയുടെ ഇൻ്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാ. സോ മെനി സ്റ്റഡീസ് ഹാവ് റിപ്പോർട്ടഡ് ദാറ്റ് attending regular school promotes intellectual growth through acquisition of cognitive process. അപ്പോൾ ഒരു കുട്ടി നിരന്തരം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവനിൽ എന്ത് പുരോഗതി ഉണ്ടാകും? മാനസിക ശേഷിയിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് പറയുന്നത്. Studies have also shown that IQ of school dropouts declines year after year with every missed academic year. സ്കൂളിൽ പോകാതിരുന്നാൽ, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ, സ്കൂൾ പഠനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ആ കുട്ടിയുടെ IQവിൽ കുറവുണ്ടാകും കേട്ടോ. ഇത് ജനറലി ഉള്ള പഠനമാണ്. ഇനി ഹൈ IQ ഉള്ള ആളുകളുണ്ടാവും, അവർക്ക് സ്കൂൾ പഠനം ആവശ്യമേ വരുന്നില്ല, സ്കൂളിൽ ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യും? പഠിക്കുന്നവരുണ്ടാവും. അവരുടെ കേസല്ല, അതൊക്കെ എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ പല ഉദാഹരണങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ, ഫേസ്ബുക്കിൻ്റെയൊക്കെ CEO ഒക്കെ ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷേ അവർ ഡ്രോപ്പ് ഔട്ട് ആയത് ഉഴപ്പുന്നതിന് വേണ്ടിയല്ല, അവർ അധ്വാനിക്കുന്നുണ്ടായിരുന്നു, അവരുടെ IQ വർക്ക് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അല്ലാതെ മടിയും അലസതയും കാരണം സ്കൂളിൽ പോകാതിരിക്കുന്ന ഡ്രോപ്പ് ഔട്ടുകളുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ഇൻ്റലിജൻസ്. നമ്മുടെ ബുദ്ധി നിർണ്ണയിക്കുന്നതിൽ പാരമ്പര്യവും നമ്മുടെ പര്യാവരണവും നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. This can be compared to land and seeds used to grow a crop. അപ്പോൾ പാരമ്പര്യത്തെയും പര്യാവരണത്തെയും നമുക്ക് എങ്ങനെ ഉപമിക്കാം? ഒരു ക്രോപ്പ്, ഒരു വിള അല്ലെ, ഒരു ക്രോപ്പ്, ഒരു ധാന്യം അല്ലെങ്കിൽ ഒരു വിള വളരുന്നതിന് വേണ്ടി നിലവും വിത്തും ആവശ്യമാണ്. While the seed represents heredity, ഇവിടുത്തെ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. Then land represents the environment. ലാൻഡ് എന്ന് പറയുന്നത് പരിസരമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്രോപ്പ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസ് കൃത്യമായിട്ടും വളരണമെങ്കിൽ സീഡായിട്ടുള്ള പാരമ്പര്യവും വേണം, ലാൻഡ് ആയിട്ടുള്ള പരിസരവും വേണം. ഇഫ് ദ ലാൻഡ് ഇസ് നോട്ട് ഫെർട്ടൈൽ, നമ്മൾ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് ജന്മനാ കിട്ടിയിട്ടുണ്ട്, അഥവാ സീഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ നാം വളരുന്ന ലാൻഡ് ഫെർട്ടൈൽ ആയില്ല എങ്കിൽ ഈവൻ എ ഗുഡ് സീഡ് കനോട്ട് ഹെൽപ്പ് ഹാർവസ്റ്റ് എ ഗുഡ് ക്രോപ്പ്. അവിടെ നല്ലൊരു വിള ഉണ്ടാകില്ല. അപ്പോൾ സീഡ് നന്നായിട്ട് കാര്യമില്ല, നമ്മുടെ പരിസരവും നന്നാവണം. ഓക്കെ അല്ലേ? ഇതുപോലെ നേരെ തിരിച്ച് സിമിലർലി വിത്ത് ഫെർട്ടൈൽ ലാൻഡൊക്കെ വളരെ പോഷക സമൃദ്ധമാണ്, ഫലഭൂയിഷ്ടമാണ്. പക്ഷേ പുവർ ക്വാളിറ്റി സീഡ്സ് വൺ കനോട്ട് അച്ചീവ് ഗുഡ് റിസൾട്ട്സ്. ലാൻഡൊക്കെ ഫെർട്ടൈൽ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സീഡായിരിക്കണം നമ്മൾ നടുന്നത് അല്ലേ? നാം കൾട്ടിവേറ്റ് ചെയ്യുന്ന സീഡും എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ആസ് ബോത്ത് ഫെർട്ടൈൽ ലാൻഡ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന
ലാൻഡും ക്വാളിറ്റി സീഡ്സും ആണെങ്കിൽ മാത്രമേ ഒരു നല്ല ക്രോപ്പ് ഉണ്ടാവുകയുള്ളൂ. സോ അതേപോലെ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ആർ റിക്വയർഡ് ഫോർ അച്ചീവിങ് ഹയർ ഇൻ്റലിജൻസ്. ഹയർ ഇൻ്റലിജൻസ് വേണമെങ്കിൽ നല്ല പരിസരവും നല്ല പാരമ്പര്യവും വേണം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? അപ്പോൾ ഇൻ്റലിജൻസ് എന്താണ് എന്നും ഇൻ്റലിജൻസിനെ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി ഇൻ്റലിജൻസിനെ പല ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇൻ്റലിജൻസ് തിയറി വേറെ തന്നെയുണ്ടോ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഇൻ്റലിജൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. പ്രധാനമായിട്ടും 3 ടൈപ്പിൽ നമുക്ക് ഇൻ്റലിജൻസിനെ തരം തിരിക്കാം. കോൺക്രീറ്റ് ഇൻ്റലിജൻസ്, ഒന്നാമത്തത് കോൺക്രീറ്റ് ഇൻ്റലിജൻസ്. ദിസ് ഈസ് റിലേറ്റഡ് ടു കോൺക്രീറ്റ് മെറ്റീരിയൽസ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് കേട്ടോ. കോൺക്രീറ്റ് സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയുന്ന കോൺക്രീറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. കോൺക്രീറ്റ് ചെയ്യുന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലേ? അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കോൺക്രീറ്റ് മെറ്റീരിയൽസ്, അപ്പോൾ വസ്തുക്കൾ, സാധനങ്ങൾ, മെഷീൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിയാണ് concrete intelligence. This type of intelligence is applicable when an individual is handling concrete objects or machines. നാം കൈകാര്യം ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് എങ്കിൽ അല്ലെങ്കിൽ മെഷീൻസ് ആണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് കോൺക്രീറ്റ് ഇൻ്റലിജൻസ് ആണ്. ഇപ്പം നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ സ്ക്രീനിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ്, ശബ്ദങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ സെൻസറി ഓർഗൻസ് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സെൻസറി ഓർഗൻസിലൂടെ മനസ്സിലാകുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിയാണ് കോൺക്രീറ്റ് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ബെസ്റ്റ് പുട്ട് ടു യൂസ് ബൈ എഞ്ചിനീയേഴ്സ് ആൻഡ് മെക്കാനിക്സ്. എഞ്ചിനീയേഴ്സും മെക്കാനിക്സ് ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് നന്നായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓപ്പറേറ്റിംഗ് ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. കാരണം എഞ്ചിനീയേഴ്സും മെക്കാനിക്സും കൂടുതൽ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ടൂൾസും ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ് ആണ് എങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലേ? ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇവകൾ കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് ഇൻ്റലിജൻസ് ആണ് ഇവിടെ കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. ദെൻ അടുത്തത് സോഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്ന, നമുക്ക് സെൻസ് ചെയ്യാൻ, കാണാൻ മാത്രമല്ല സെൻസ് ചെയ്യാൻ, സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ആണ് കോൺക്രീറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ. സോഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? സാമൂഹികമായിട്ട് ഇടപെടാനുള്ള ഒരാളുടെ കഴിവ്, ഒരാളുടെ ബുദ്ധി. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു റിയാക്ട് ടു സോഷ്യൽ സിറ്റുവേഷൻസ്. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് പ്രതികരിക്കാൻ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമൂഹികമായിട്ട് പലതരത്തിൽ നാം മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നു. ഇങ്ങനെ സമൂഹത്തിൽ പലതരത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ നമുക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലെ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. ആളുകളെ മനസ്സിലാക്കുക. ആക്ട് വൈസ്ലി ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മാനുഷിക ബന്ധങ്ങളിൽ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തനങ്ങൾ ചെയ്യുക. മറ്റൊരാളുമായി വെറുപ്പിക്കാതെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇപ്പം നിങ്ങളുടെ ചില ഫ്രണ്ട്സിനെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ആരെയും വെറുപ്പിക്കില്ല. എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ചില ഡോക്ടേഴ്സ് രോഗികൾക്ക് അവരെ കൺസൾട്ട് ചെയ്യാൻ വളരെ അവരെ കാണാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കാരണം ആ ഡോക്ടേഴ്സ് വളരെ നന്നായിട്ട് രോഗികളുമായിട്ട് എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. ചില ഡോക്ടേഴ്സിന് കഴിവുണ്ട് എങ്കിലും മറ്റുള്ള പേഷ്യൻസുമായിട്ട് ഇടപെടാൻ അത്ര ഓക്കെ ആയിരിക്കില്ല. സോഷ്യൽ ഇൻ്റലിജൻസ് കുറവായതുകൊണ്ടാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സോഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. ഒരു രോഗിയെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നത് ഡോക്ടറല്ല, നേഴ്സാണ്. പ്രത്യേകിച്ച് IPയിലുള്ള ഇൻ പേഷ്യൻറ്റിന് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നത് നേഴ്സുമായിട്ടാണ്. അപ്പോൾ ഒരു നേഴ്സിന് സോഷ്യൽ ഇൻ്റലിജൻസ് വളരെ വളരെ നിർണായകമാണ്. സോ ഇൻഡിവിജ്വൽസ് ഹാവിങ് ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് നോ ദ ആർട്ട് ഓഫ് വിന്നിങ് ഫ്രണ്ട്സ്. ഈ ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, പുതിയ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാൻ കഴിയും, ഉള്ള കൂട്ടുകാരെ തന്നെ ലൈഫ് ലോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കഴിയും. ഇൻഫ്ലുവൻസിങ് ദം, അവരെ സ്വാധീനിക്കാൻ കഴിയും. സോ ഈ ഒരു ഇൻ്റലിജൻസ് കൂടുതലായിട്ട് ആർക്കാ ആവശ്യം വരുന്നത്? പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടേണ്ടി വരുന്ന ആളുകൾ. നിങ്ങൾക്കിത് വേണം, ഉറപ്പാണ് കേട്ടോ. ഡോക്ടേഴ്സിനും നേഴ്സിനും എല്ലാം ഇത് വേണം. ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ നേഴ്സിന് വേണം. ദെൻ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, സെയിൽസ്മാൻ, ഡിപ്ലോമാറ്റ്സ് ആർ ഇൻവോൾവ്ഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയം മാത്രമല്ല ഏത് നേതാക്കൾ, ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള ആളുകളെ നന്നായിട്ട് ലീഡ് ചെയ്യേണ്ട ആളുകളാണ്. മന്ത്രിമാർ,
സെയിൽസ്മാൻ, ഡിപ്ലോമാറ്റ്, ഇവർ എല്ലാവരും സൊസൈറ്റിയിൽ ഇറങ്ങിച്ചെന്ന് മറ്റു മനുഷ്യരുമായിട്ട് സഹകരിച്ച് നിൽക്കേണ്ടവരാണ്. ഇവരിൽ എല്ലാവരും സോഷ്യൽ ഇന്റലിജൻസ് നന്നായിട്ട് വേണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ മൂന്നാമതായിട്ട് പറയാനുള്ളത് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസിന്റെ മറ്റൊരു പേരാണ് ജനറൽ ഇന്റലിജൻസ്. കോൺക്രീറ്റ് ഇന്റലിജൻസിന്റെ നേരെ ഓപ്പോസിറ്റ്. കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിയാണ്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസ്പോണ്ട് ടു വേർഡ്സ്, വാക്കുകൾ, നമ്പേഴ്സ്, സംഖ്യകൾ, ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ. വാക്കുകളും സംഖ്യകളും അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. കോൺക്രീറ്റ് അല്ലാത്ത കാര്യങ്ങൾ, ആശയങ്ങൾ, ബുദ്ധി എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതാണോ? അല്ല. സത്യസന്ധത കാണാൻ പറ്റുന്നതാണോ? അല്ല. ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കോൺസെപ്റ്റ്, ഇക്വേഷൻസ്, ഫോർമുല, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയല്ല. അത് എഴുതിയാൽ കാണാൻ പറ്റും അല്ലേ? എഴുതിയാൽ കാണാൻ പറ്റും, അങ്ങനെയല്ല. ഒരു തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. വേർഡ്സ് ഉപയോഗിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല. അപ്പോൾ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സും നമ്പേഴ്സും ലെറ്റേഴ്സും ഉപയോഗിച്ച് മാത്രം ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും കുറിച്ചുള്ള ബുദ്ധിയാണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. So this type of intelligence is acquired by study of books and related literature. സാഹിത്യത്തിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമാണ് ഈ ഇന്റലിജൻസ് ആർജിച്ചെടുക്കേണ്ടത്. ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് വേണം. ഒരു കാര്യം പഠിക്കണമെങ്കിൽ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് വേണം. അതേപോലെ ടീച്ചേഴ്സിന് എന്ത് വേണം? അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് വേണം. ലോയേഴ്സിന് വേണം, ഡോക്ടേഴ്സിന് വേണം, ഫിലോസഫേഴ്സിന് വേണം. കാരണം അവർക്ക് പല പല പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. സോ നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത്, തിയറീസും മറ്റു കാര്യങ്ങളും പഠിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ്. സെറ്റ് അല്ലേ? സോ ഇന്റലിജൻസ് പൊതുവെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് കോൺക്രീറ്റ് ഇന്റലിജൻസ്, അത് സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ട ഇന്റലിജൻസ് ആണ്. അത് കൂടുതൽ വേണ്ടത് ആർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു? എഞ്ചിനീയേഴ്സിനും മെക്കാനിക്സിനാണ്. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞത് സോഷ്യൽ ഇന്റലിജൻസ്. അത് കൂടുതൽ വേണ്ടത് സമൂഹവുമായിട്ട് ഇടപെടാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകൾ, ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഡിപ്ലോമാറ്റ് തുടങ്ങിയ ആളുകൾ. ദെൻ മൂന്നാമതായിട്ട് പറഞ്ഞത് ആബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അത് കൂടുതൽ പുതിയ കാര്യങ്ങൾ. കോൺക്രീറ്റ് ഇന്റലിജൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത, തിയറീസ് ഉപയോഗിച്ച്, വേർഡ്സ് ഉപയോഗിച്ച്, ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരാൾക്ക് മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ വേണ്ടത് ആബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുമുഖ ബുദ്ധി. അപ്പം ഇന്റലിജൻസ് പല തരത്തിലുണ്ട് എന്ന് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹൊവാർഡ് ഗാർഡനർ. അപ്പോൾ ഇന്റലിജൻസിനെ പല ടൈപ്പായിട്ട് ഹൊവാർഡ് ഗാർഡനർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം 7 ആയിട്ടൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തത് തുടക്ക കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് 8, 9 വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. 8, 9 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൊവാർഡ് ഗാർഡനർ ആണ് ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് 8 ഇന്റലിജൻസ് ആണ് കേട്ടോ. ആദ്യം അദ്ദേഹം 7 കൊണ്ടുവന്നു, പിന്നീട് അത് 8 ആക്കി. അദ്ദേഹം തന്നെ 8 ആക്കി. നിലവിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് നമ്മൾ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയാറുണ്ട്. പക്ഷേ ഹൊവാർഡ് ഗാർഡനറിന്റെ പേരിൽ പറഞ്ഞാൽ 8 ഇന്റലിജൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഹൊവാർഡ് ഗാർഡനർ ബുദ്ധിയെ എത്രയായി ക്ലാസിഫൈ ചെയ്തു എന്ന് ചോദിച്ചാൽ 8 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. സെറ്റ് അല്ലേ? ഫ്രെയിംസ് ഓഫ് ദ മൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഫ്രെയിംസ് ഓഫ് ദി മൈൻഡ് എന്നൊരു പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബുദ്ധി 8 ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഈ 8 തരത്തിലുള്ള ഇന്റലിജൻസും നമുക്കുണ്ടാകും. ചിലത് കൂടുതലും ചിലത് കുറവുമായിരിക്കും. എന്തായാലും ഈ 8 ടൈപ്പിൽ മിക്കതും നമുക്കുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 അല്ലെങ്കിൽ 7 എണ്ണം ഉണ്ടാവും. നമുക്ക് നോക്കാം. ഒന്നാമത്തത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധി. ലാംഗ്വേജ് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു? നമ്മൾ എഴുതുന്നു, വായിക്കുന്നു, സംസാരിക്കുന്നു, അല്ലേ, കേൾക്കുന്നു. ലാംഗ്വേജ് നമ്മൾ 4 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. LSRW എന്നതിനെ പറയും. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്.
ലിസണിങ് കേൾക്കുന്നു, സ്പീക്കിംഗ് സംസാരിക്കുന്നു, റീഡിങ് വായിക്കുന്നു, റൈറ്റിംഗ് എഴുതുന്നു. അപ്പോൾ നന്നായിട്ട് കേൾക്കാനും നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് വായിക്കാനും നന്നായിട്ട് എഴുതാനുമുള്ള കഴിവ്. അപ്പോൾ ലാംഗ്വേജസ് നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള കഴിവാണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. സോ ബീങ് കാപ്പബിൾ ഓഫ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്, പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കാൻ കഴിയുന്നു. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു യൂസ് ലാംഗ്വേജ് ടു അച്ചീവ് ഗോൾസ്, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ലാംഗ്വേജ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന് ഇത്തരം ആളുകൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ലക്ഷ്യം നേടിയെടുക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ കഴിയും. സോ ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് വുഡ് ബി അനലൈസിങ് ഫാക്ട്സ്, പ്രിപ്പയറിംഗ് എ സ്പീച്ച് ടു ഡെലിവർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ് നമുക്കറിയേണ്ട വസ്തുതകൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്യുക. അതിനെന്ത് വേണം? വെർബൽ ഇന്റലിജൻസ് വേണം അല്ലെ? ഒരു പുസ്തകം നോക്കിയിട്ട് നമുക്ക് വേണ്ട വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ വെർബൽ ഇന്റലിജൻസ് വേണം. അതേപോലെ പ്രിപ്പയറിംഗ് എ സ്പീച്ച് ടു ഡെലിവർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന് മുന്നിൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കണമെങ്കിൽ, സ്പീച്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിലും വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വേണം. നിർത്താതെ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കണമെങ്കിലും വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വേണം. ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവായിരിക്കും, നല്ല ഒഴുക്കോടുകൂടി അവർ പ്രസംഗിക്കുന്നത് ഈ ഒരു വെർബൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നായി. ഇനി രണ്ടാമത്തത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് മാത്സ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ ലോജിക്കൽ, നമ്മുടെ ബുദ്ധി ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ആവശ്യം ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ലോജിക്കൽ തിങ്കിങ്ങിനും കാൽക്കുലേഷൻസിനും ആവശ്യമായിട്ടുള്ള ബുദ്ധിയാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. സോ ബീങ് ഏബിൾ ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, ഒരു പ്രശ്നത്തെ വളരെ യുക്തിപരമായിട്ട് അനലൈസ് ചെയ്യാനും, സോൾവ് അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അഥവാ കോൺക്രീറ്റ് അല്ല, നമ്മുടെ കൺമുന്നിൽ കാണുന്നതല്ല, അല്ലാത്ത പ്രോബ്ലംസ്, നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്ത പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ, അഥവാ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിലും നമുക്ക് വേണ്ട ബുദ്ധി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് വുഡ് ബി യൂസിങ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ടു സോൾവ് എ റിയൽ ലൈഫ് മോർട്ടേഗ് സിനാരിയോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വളരെ മോർട്ടേഗ് ആയിട്ടുള്ള സിനാരിയോ, മോർട്ടേഗ് എന്ന് പറഞ്ഞാൽ വായ്പ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണം ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം നമുക്ക് എന്ത് വേണം? മാത്സ് വേണം, കണക്കുകൂട്ടൽ വേണം. നമ്മുടെ ജീവിതത്തിൽ കണക്കുകൂട്ടൽ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമതായിട്ട് സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ്. സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ്, സ്പാഷ്യൽ എന്ന് പറഞ്ഞാൽ സ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ്, വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ സ്ഥലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കാഴ്ചകൾ കൃത്യമായിട്ടും ഉപയോഗിക്കാനുള്ള ബുദ്ധിയാണ് സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ബീങ് ഏബിൾ ടു യൂസ് വിഷ്വൽ എയ്ഡ്സ് ടു അറൈവ് അറ്റ് എ സൊല്യൂഷൻ, നമുക്കൊരു പരിഹാരത്തിന് വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ യൂസ് ചെയ്യുന്നതിനാണ് വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്യാനുള്ള കഴിവാണ് സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസിൽ വരുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് വുഡ് ബി യൂസിങ് എ ടൂൾ ലൈക്ക് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് പോലുള്ള ടൂൾ യൂസ് ചെയ്യുക ടു ഡിസൈൻ എ ന്യൂ ലോഗോ ഫോർ എ ഫിക്ഷണൽ ക്ലയൻറ്റ്. ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരു പുതിയ ലോഗോ നിങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടത് സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് ആണ്. അവിടെ നിങ്ങളുടെ കാഴ്ചയാണ് പ്രധാനപ്പെട്ട ആയുധം ആയിട്ട് വരുന്നത്. അപ്പോൾ സ്ഥലപരം പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് ആണ് വേണ്ടത് കേട്ടോ. സ്പാഷ്യൽ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ കാഴ്ചകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഉള്ള കഴിവാണ് സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. പെയിന്റേഴ്സിന് വേണ്ടത് ഇതാണ് അല്ലെ, അവർക്ക് കൃത്യമായിട്ടും ഒരു കാര്യം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? കാഴ്ച കൃത്യമായിട്ട് ഉപയോഗിക്കണം. പെയിന്റിങ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും എന്തൊക്കെ കൃത്യമായിട്ട് വരയ്ക്കണം എന്ന ബുദ്ധി വേണം. അപ്പോൾ സ്പാഷ്യൽ സ്ഥലപര ബുദ്ധി വേണം. പെയിന്റേഴ്സിന് വേണ്ടത് ഇതാണ്. അതേപോലെ നാവികന്മാർക്ക്, സെയിലേഴ്സ്, പുതിയ ഓരോ സ്ഥലത്ത് സഞ്ചരിക്കണമെങ്കിലും സ്ഥലത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാകണം. സ്പാഷ്യൽ ഇന്റലിജൻസ് വേണ്ടേ? ഡ്രൈവേഴ്സിന് അത് വേണം. ആർക്കിടെക്റ്റിന് വേണം. ശില്പികൾക്ക് വേണം. സ്കൾച്ചർ, അപ്പോൾ തല എവിടെ വരണം, കാലെവിടെ വരണം എന്നൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആളുകൾക്ക്, ശില്പങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക്, സഞ്ചാരികൾക്ക് ഒക്കെ വേണ്ട ബുദ്ധി സ്പാഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് ആണ്. ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അധികവും വരുന്നത് സയന്റിസ്റ്റുകൾക്കാണ് അല്ലെ. സയന്റിസ്റ്റുകൾക്കൊക്കെ വേണ്ടത്, ഗവേഷകർക്കൊക്കെ വേണ്ടത് ഈ ഒരു ബുദ്ധിയാണ്. സെറ്റ് അല്ലേ? ഇതിനടുത്ത നാലാമത്തത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, അഥവാ നമ്മുടെ ശരീരം കൃത്യമായിട്ടും
ഫ്ലെക്സിബിൾ ആയിട്ട് ചലിപ്പിക്കാനുള്ള ബുദ്ധി, ബീങ് കാപ്പബിൾ ഓഫ് യൂസിങ് ദ എൻറ്റയർ ബോഡി ആൻഡ് എൻഗേജിങ് ഇൻ മൂവ്മെന്റ് ടു സ്കിൽഫുള്ളി അഡ്രസ് എ ചാലഞ്ച്. നമ്മുടെ ശരീരം വളരെ പ്രാഗൽഭ്യത്തോടുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കഴിവാണ് ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത്ലറ്റുകളിൽ ഇത് നന്നായിട്ടുണ്ടാവും അല്ലേ. ആൻ എക്സാമ്പിൾ വുഡ് ബി പെർഫോമിങ് CPR ഓൺ എ മാനിക്വിൻ. അപ്പോൾ നമുക്ക് CPR കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡീസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചലിക്കണം. അപ്പോൾ നമ്മുടെ CPR കൊടുക്കണമെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് കൃത്യമായിരിക്കണം, സമയോചിതമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമ്മുടെ ശരീരം ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കഴിവിനാണ് ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്. ഇത് എല്ലാവരിലും ഉണ്ടാകും. ഇത് കൂടുതൽ വേണ്ടത് അത്ലറ്റുകൾക്കാണ് അല്ലേ. അത്ലറ്റുകൾക്കും സ്പോർട്സ് മാൻസിനൊക്കെയാണ് ഇത് കൂടുതൽ വേണ്ടത് കേട്ടോ. അത്ലറ്റിനും സ്പോർട്സ് മാനിനാണ് ഇത് കൂടുതൽ വേണ്ടത്. സെറ്റ് അല്ലേ? അടുത്ത മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. സംഗീതം ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. സംഗീതം ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവ്. ബീങ് ഏബിൾ ടു പ്രൊഡ്യൂസ് ആൻഡ് അനലൈസ് പിച്ച്, റിതം ആൻഡ് സൗണ്ട്. ശബ്ദം, അതേപോലെ പിച്ച്, റിതം എന്നൊക്കെ പറയുമ്പോൾ താളം, അതേപോലെ ഉച്ചത, സംഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും അത് ആസ്വദിക്കാനും അനലൈസ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ നമുക്ക് പാടാൻ കഴിവില്ലെങ്കിലും ആസ്വദിക്കാനുള്ള കഴിവുണ്ടല്ലോ, അതിന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത് ആർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക? സിംഗേഴ്സ്, പാട്ടുകാർക്കുണ്ടാകും, മ്യൂസിഷ്യൻ, സംഗീതജ്ഞർക്കുണ്ടാകും, ഡാൻസേഴ്സിനുണ്ടാകും അല്ലേ. So an example would be asking students to produce and edit a podcast episode or write a song showcasing their learnings from a course. അപ്പോൾ ഒരു കുട്ടികളോട് പാട്ട് നിർമ്മിക്കാൻ, സംഗീതം നിർമ്മിക്കാൻ, പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിർമ്മിക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് അവരുടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സെറ്റ് അല്ലേ? ചിലപ്പോൾ ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് ഒന്നിലധികം ഇൻ്റലിജൻസ് വേണ്ടി വരും അല്ല. ഇപ്പോൾ ഒരു പാട്ട് എഴുതാൻ പറയുമ്പോൾ താളബോധത്തിൽ എഴുതണം. അപ്പം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എഴുത്താണല്ലോ, വേർഡ്സ് ആണല്ലോ. അപ്പോൾ വേർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് വരുന്നു. അതേപോലെ നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസും വരുന്നുണ്ട്, മ്യൂസിക്കൽ ഇൻ്റലിജൻസും വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രവർത്തനത്തിന് ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം ഇൻ്റലിജൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ദെൻ ആറാമത്തെ ഇൻ്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. 6ഉം 7ഉം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണൽ ജസ്റ്റ് 2 ലെറ്റേഴ്സിൻ്റെ വ്യത്യാസത്തിലാണ് അർത്ഥം മാറുന്നത്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ബീങ് ഏബിൾ ടു ഡിറ്റക്ട് ആൻഡ് എക്സ്പ്ലോർ ദ ഇന്റൻഷൻസ്, മൂഡ്സ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ താല്പര്യം, മറ്റുള്ളവരുടെ മൂഡ്സ്, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. അഥവാ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയണം. അപ്പോൾ മറ്റുള്ളവരെ നാമുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റുള്ളവരെ കൃത്യമായിട്ടും മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവരുടെ ആഗ്രഹങ്ങൾ അറിയാനും തിരിച്ചറിയാനുമുള്ള കഴിവാണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ അറിയാനുള്ള കഴിവ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നല്ല റിലേഷൻഷിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വേണം. An example would be preparing a sales pitch with product discovery questions for a stubborn client. അപ്പോൾ വളരെ സ്റ്റബോൺ ആയിട്ടുള്ള ക്ലയൻറ്റുകൾ പലതരത്തിലുണ്ടാകും. അപ്പോൾ സ്റ്റബോൺ ആയിട്ട് എന്ത് തർക്കത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു ക്ലയൻറ്റ്, ആ ഒരു ക്ലയൻറ്റിനോട് കൃത്യമായിട്ടും ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വേണം. അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക, അയാളുടെ മൂഡ് ഇങ്ങനെയാണ്, അയാളുടെ ഇൻറ്റൻഷൻ ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് അയാളോട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വേണം. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് മനസ്സിലാവും ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പോൾ അവനോട് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ആ കഴിവുള്ള ആളുകൾക്ക് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിൽ വരുന്ന രോഗി എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. മരുന്നുകളോട് കോപ്പറേറ്റ് ചെയ്യുന്നതും കോപ്പറേറ്റ് ചെയ്യാത്തതും, ചിലപ്പോൾ ആൻറ്റി സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്ന പേഷ്യൻസും ഉണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ടും തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകളെ, മറ്റുള്ളവരുടെ സ്വഭാവത്തെ, അവരുടെ ഫീലിങ്സിനെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ദെൻ 7ാമത്തത് ഇൻട്രാപേഴ്സണൽ. അപ്പോൾ ഇൻട്രാപേഴ്സണൽ ആണ് ബീങ് ഏബിൾ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ്. നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് കേട്ടോ. നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ്.
ടു എഫക്റ്റീവ്ലി റെഗുലേറ്റ് വൺസ് ഓൺ ലൈഫ് ആൻഡ് ഇമോഷൻസ്. നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ, നമ്മുടെ തന്നെ ഇമോഷൻസിനെ, അപ്പോൾ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇൻട്രാ. കേട്ടോ, ഇൻട്രാ. ഇന്റർ എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള. അപ്പം ഇന്റർനാഷണൽ എന്ന് ഓർത്തിരുന്നാൽ മതി. അന്താരാഷ്ട്രം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന് പുറത്തുള്ളതല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. സോ ആൻ എക്സാമ്പിൾ would be asking students to reflect on what their career goals and what steps they are taking to meet their goals. കുട്ടികളോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിത ലക്ഷ്യം, കരിയർ ലക്ഷ്യം എന്താണ്, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ കഴിവ്, അവരുടെ വീക്ക്നെസ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ അതിന് ഉത്തരം ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. സെറ്റല്ലേ? അപ്പോൾ 7 എണ്ണം ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ 7 എണ്ണം ആയിട്ടുണ്ടോ? ഇതിനടുത്ത 8. 7 യെസ്, 5 6 7. ഇതിനടുത്ത 8 ആണ് കേട്ടോ. 8. Being able to recognize and classify the various plant and environmental species in one's surroundings. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ തിരിച്ചറിയാനുള്ള, പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള കഴിവാണ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. അപ്പോൾ പ്രകൃതിയെ തിരിച്ചറിയാനുള്ള കഴിവ്, അതിനെയാണ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് നാച്ചുറൽ എന്ന്. So an example would be asking student to label 5 different plants using their scientific name and after a trip to a greenhouse. ഒരു ഗ്രീൻ ഹൗസിലേക്ക് പോയതിനു ശേഷം അവിടെ നിങ്ങൾ കണ്ട സസ്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുക, അവിടുത്തെ 5 സസ്യങ്ങളെ പേര് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് വേണം. അപ്പോൾ പ്രകൃതിയെ തിരിച്ചറിയാനും പ്രകൃതിയെ ആസ്വദിക്കാനുമുള്ള കഴിവാണ്. അപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരിലേക്ക് കൂടുതലുണ്ടാവുക നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ 8 എണ്ണമായി അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹൊവാർഡ് ഗാർഡനർ ആദ്യം എത്രയായിട്ട് തരംതിരിച്ചു? 8 ആയിട്ട് തരംതിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നീട് അതിനുശേഷം 9ാമത് ഒരെണ്ണം കൂടിയൊക്കെ വന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഓർക്കുന്നില്ലേ? സോ 1 വെർബൽ ഇൻ്റലിജൻസ്, 2 ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ, 3 സ്പാഷ്യൽ, 4 ബോഡിലി ആൻഡ് കൈനസ്റ്റിക്, 5 മ്യൂസിക്കൽ, 6 ഇന്റർപേഴ്സണൽ, 7 ഇൻട്രാപേഴ്സണൽ, 8 നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. ദെൻ പിൽക്കാലത്ത് ആഡ് ചെയ്തതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യം. ഞാൻ എന്തിനു ജീവിക്കുന്നു, അല്ലെ എന്തിനാണ് ജീവിക്കുന്നതെന്നല്ല, ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇങ്ങനെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ബീങ് ഏബിൾ ടു ആസ്ക് ഡീപ്പ് ആൻഡ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ബ്രോഡർ ഹ്യൂമൻ എക്സ്പീരിയൻസ്, മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള, വിശാലമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചുള്ള നിരൂപണാത്മകമായ ആഴത്തിലുള്ള ചോദ്യം. അപ്പോൾ ഇതൊക്കെ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്കാണ് ഉണ്ടാവുക. ആൻ എക്സാമ്പിൾ വുഡ് ബി ആസ്കിങ് സ്റ്റുഡൻസ്, വൈ ആർ യു ഹിയർ? നിങ്ങൾ എന്തിനാണ് ഇവിടെ, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്, ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അപ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകൾക്ക് ആവശ്യമാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഫിലോസഫേഴ്സിലും സ്പിരിച്വൽ ലീഡേഴ്സിലേക്കാണ് ഇത് ഉണ്ടാവുക. പിന്നീട് ഇത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന പേരിലും പുതിയൊരു തരത്തിലുള്ള ഇൻ്റലിജൻസ് ഇന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞ 8 ഇൻ്റലിജൻസ്, പിൽക്കാലത്ത് ആഡ് ചെയ്ത 9ാമത്തെ ഒരു ഇൻ്റലിജൻസ്, ഇങ്ങനെ ആ ഒരു ക്ലാസിഫിക്കേഷനും നമ്മൾ മനസ്സിലാക്കി. സോ ഇൻ്റലിജൻസ് എന്താണ് എന്നും ഇൻ്റലിജൻസിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷനും കൂടാതെ ഹൊവാർഡ് ഗാർഡനർ നടത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻ്റലിജൻസ് കോഷ്യന്റ് അഥവാ ഐക്യൂയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വർഗീകരിക്കുന്ന ഒരു കാര്യം. ഐക്യൂയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പല ടൈപ്പായിട്ട് വർഗീകരിക്കാറുണ്ട്. സോ ആദ്യം എന്താണ് ഐക്യു എന്ന് മനസ്സിലാക്കണം, എന്നാലേ വർഗീകരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഐക്യു എന്ന് പറഞ്ഞാൽ the idea of the intelligence quotient was utilized for the first time in 1916 for formulation of Stanford-Binet test. സ്റ്റാൻഫോർഡ്-ബിനെ ടെസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി 1916 ഐക്യു കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ശ്രമം, അല്ലെങ്കിൽ ഐക്യു ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഐക്യു ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 1916 സ്റ്റാൻഫോർഡ്-ബിനെ ടെസ്റ്റ്. അപ്പോൾ സ്റ്റാൻഫോർഡ്-ബിനെ ടെസ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. സ്റ്റാൻഫോർഡ്-ബിനെ ടെസ്റ്റ് ബുദ്ധി അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. ഐക്യു എന്ന് പറയുന്ന കാര്യം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
സോ ഇൻ്റലിജൻസ് കോഷ്യന്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. ഒരാളുടെ മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതമാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മാനസിക വയസ്സെന്ന് പറയുമ്പോൾ 10 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ മാനസിക വയസ്സനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന മാനസിക പ്രവർത്തനങ്ങളുണ്ട്. അതിനെയാണ് മാനസിക വയസ്സ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിക വയസ്സ് അഥവാ നമ്മുടെ പ്രായം. മാനസിക വയസ്സ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നറിയോ? 10 വയസ്സുകാരായിട്ടുള്ള ഒരു 20 പേരെ നമ്മളൊരു ക്ലാസ് മുറിയിൽ ഇരുത്തി അവർക്ക് 10 ചോദ്യങ്ങൾ കൊടുക്കുന്നു. ഈ 10 ചോദ്യത്തിൽ അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു 8 ചോദ്യത്തിന് ഉത്തരം ചെയ്തു എന്നിരിക്കുക എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് 20 വയസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ഈ 10 ചോദ്യത്തിൽ 8 എണ്ണം ഉത്തരം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ മാനസിക വയസ്സ് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, ഒരാളിൽ ഇതേ 10 ചോദ്യം നമ്മൾ കൊടുക്കുന്നു കേട്ടോ. ഇതേ 10 ചോദ്യം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു. ഇതേ 10 ചോദ്യം. ഈ 10 ചോദ്യം 20 വയസ്സുള്ള ആളുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ എത്ര ഉത്തരം ചെയ്തു? 8 ഉത്തരം ചെയ്തു. അതിനർത്ഥം മാനസിക വയസ്സ് 8 ഉള്ള ആളുകൾക്ക് ഈ 10 ചോദ്യങ്ങളിൽ 8 എണ്ണത്തിന് ഉത്തരം ചെയ്യാൻ കഴിയും. ഒന്നുകൂടി പറയുന്നു, മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രായത്തിൻ്റെ അതേ അളവായിരിക്കില്ല. ഒരാളുടെ വയസ്സും മാനസിക വയസ്സും സെയിം ആയിരിക്കില്ല. നോർമലി മാനസിക വയസ്സ് കാലിക വയസ്സും സെയിം ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യുന്നത്, അതിന് എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. 20 കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുന്നു? 10 ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ട് ഉത്തരം എഴുതിപ്പിക്കുന്നു. അപ്പോൾ ഇതിലധികം ആളുകളും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്തു. അപ്പം ഞാൻ മനസ്സിലാക്കി 20 മാനസിക വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഞാൻ ഈ 10 ചോദ്യങ്ങൾ കൊടുത്താൽ 8 എണ്ണത്തിന് ഉത്തരം ചെയ്യാൻ കഴിയും. ഇതേ 10 ചോദ്യം ഏതെങ്കിലും ഒരു 10 ചോദ്യമല്ല, ഇതേ 10 ചോദ്യം ഒരു 30 വയസ്സുകാരനായിട്ടുള്ള ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അപ്പം അയാൾ അതിൽ 8 എണ്ണമേ ഉത്തരം ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കി അയാളുടെ മാനസിക വയസ്സ് 30 അല്ല 20 ആണ്. കാരണം 20 വയസ്സുകാർ ചെയ്ത അതേ മാനസിക പ്രവർത്തനമേ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ചില ആളുകൾക്ക് മാനസിക വയസ്സ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ 20 വയസ്സുകാർക്ക് കൊടുത്ത അതേ ചോദ്യം ഒരു 30 വയസ്സുകാരന് കൊടുത്തപ്പോൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ 20 വയസ്സുകാരുടെ അതേ തോതിലാണ്. അതിനർത്ഥം അയാളുടെ മാനസിക വയസ്സ് 20 വയസ്സുകാരൻ്റെതാണ്, 30 വയസ്സുകാരൻ്റേത് അല്ല. അപ്പോൾ നമ്മുടെ മാനസിക വയസ്സും കാലിക വയസ്സും എപ്പോഴും സെയിം ആയിരിക്കില്ല. ഞാൻ ഒരു പക്ഷേ ഇതേ ചോദ്യം 15 വയസ്സുകാരനായിട്ടുള്ള ഒരാൾക്ക് കൊടുത്തു. അയാൾ ഇതിൽ 10ൽ 8ഉം ഉത്തരം ചെയ്തു, അല്ലെങ്കിൽ 10ൽ 10ഉം ഉത്തരം ചെയ്തു. അപ്പം ഞാൻ പറയും അവൻ്റെ മാനസിക വയസ്സ് 20ൽ കൂടുതലാണ്, അല്ലെങ്കിൽ 20 ആണ്. അവൻ്റെ പ്രായം 15 ആയിട്ടുള്ളൂ, പക്ഷെ അവൻ്റെ മാനസിക വയസ്സ് കൂടുതലാണ്. അപ്പോൾ മാനസിക വയസ്സ് നമ്മുടെ പ്രായത്തെക്കാൾ കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. അപ്പോൾ നമ്മുടെ മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതമാണ് IQ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. MA/CA മാനസിക വയസ്സ് കേട്ടോ, MA/CA × 100. മാനസിക വയസ്സിനെ കാലിക വയസ്സ് കൊണ്ട്, നമ്മുടെ പ്രായം കൊണ്ട് ഹരിച്ചതിന് ശേഷം 100 കൊണ്ട് ഗുണിക്കുക. അവിടെ 100 കൊണ്ട് ഗുണിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞല്ലോ. മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിൽ ഹരിക്കുമ്പോൾ പോയിന്റ് കിട്ടും അല്ലേ? ദശാംശങ്ങളാണ് കിട്ടുന്നത്, ഡെസിമൽസ് ആണ് കിട്ടുന്നത്. ആ ഒരു ദശാംശം പോകുന്നതിന് വേണ്ടിയാണ് 100 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ MA/CA × 100 ആണ് IQവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ മാനസിക വയസ്സ് നമുക്ക് എക്സാമിന് തരുമ്പോഴെല്ലാം മാനസിക വയസ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കേട്ടോ. മാനസിക വയസ്സ് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ നടത്തി വേണം നമുക്ക് മാനസിക വയസ്സ് കണ്ടെത്താൻ. നമുക്കങ്ങനെ മാനസിക വയസ്സ് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യം വരില്ല, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനും വരില്ല. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും? മാനസിക വയസ്സും കാലിക വയസ്സും തന്നിട്ട് IQ കണ്ടെത്താനുള്ള ചോദ്യം വരും. അപ്പോൾ മാനസിക വയസ്സും കാലിക വയസ്സും വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഇടുക. ഇമാജിൻ എ 10-year-old ബോയ് സ്കോർസ് മെന്റൽ ഏജ് ഓഫ് 12. 10 വയസ്സുള്ള, അഥവാ അവൻ്റെ CA 10 വയസ്സാണ്. ഈ കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്. അപ്പം അവൻ്റെ MA 12 ആണ്. എന്നാൽ അവൻ്റെ IQ എത്രയാണെന്ന് ചോദിച്ചാൽ MA/CA × 100 ഇട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 12 10 × 100. 12 10 × 100 എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ഇവിടെ 0 നമുക്ക് വെട്ടാം അല്ലേ? സോ 12 × 10 120 ആണ് അവിടുത്തെ IQ വരുന്നത്. മനസ്സിലായോ?
അപ്പം അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ഇതിങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണേ. നമ്മൾ പറഞ്ഞത് എന്താ, MA/CA × 100 ആണ് IQ. ഇവിടെ മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും. ഇങ്ങനെ തന്നെ പഠിക്കുക. മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും. വേണമെങ്കിൽ നോട്ട് ചെയ്യുക. മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും. കാരണം എന്താ, ഒരാളുടെ MA മാനസിക വയസ്സ് 10, കാലിക വയസ്സും 10 എന്നാൽ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടും വെട്ടിപ്പോവും, പിന്നെ 100 ഉള്ളൂ. അപ്പം മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും. അവിടെ ഞാൻ വേറൊരു പ്രോബ്ലം ഇട്ടാൽ അങ്ങനെ തന്നെ വരും. ഒരാളുടെ മാനസിക വയസ്സ് 20 ആണ്, കാലിക വയസ്സും 20 ആണ് എങ്കിൽ എന്താ ചെയ്യുക? 20ഉം 20ഉം വെട്ടിപ്പോയി 100 ആണ് കിട്ടുന്നത്. അപ്പം മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു സംഗതി, മാനസിക വയസ്സ് കൂടുതലാണെങ്കിൽ IQ 100ൽ കൂടുതലായിരിക്കും കേട്ടോ. മാനസിക വയസ്സ് കൂടുതലാണ് എങ്കിൽ IQ 100ന് മുകളിലായിരിക്കും. IQ 100ന് മുകളിലായിരിക്കും. ഇനി മാനസിക വയസ്സ് കുറവാണെങ്കിൽ IQ 100ൽ താഴെ ആയിരിക്കും കേട്ടോ. മാനസിക വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ IQ 100ൽ കൂടുതലായിരിക്കും. മാനസിക വയസ്സ് എന്തിനേക്കാൾ കൂടുതൽ? കാലിക വയസ്സിനേക്കാൾ കൂടുതൽ. മാനസിക വയസ്സാണ് കാലിക വയസ്സിനേക്കാൾ കൂടുതലെങ്കിൽ ഇവിടെ ചോദ്യം നോക്കിയേ, ഇയാളുടെ കാലിക വയസ്സ് അഥവാ പ്രായം 10 ആണ്, മാനസിക വയസ്സ് 12 ആണ്. അപ്പൊ മാനസിക വയസ്സല്ലേ കൂടുതൽ? അപ്പോൾ ഒരാളുടെ മാനസിക വയസ്സാണ് പ്രായത്തേക്കാൾ കൂടുതലെങ്കിൽ IQ 100നേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് 120 അല്ലേ കിട്ടിയത്, അഥവാ 100+ ആണ്. ഇനി ഒരാളുടെ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലാണ്, അഥവാ മെന്റൽ ഏജ് കുറഞ്ഞു. കാലിക വയസ്സ് കൂടി എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് കുറഞ്ഞു എന്നാണ് അർത്ഥം. മെന്റൽ ഏജ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ IQ എത്രയായിരിക്കും? 100ൽ താഴെ ആയിരിക്കും. മനസ്സിലായോ? സോ മാത്സിന് ഞാൻ വീക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓരോ ഇതിട്ട് ചെയ്യാത്തത്, എളുപ്പമുള്ളത് മാത്രം ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്സ് കുറച്ചുകൂടി സെറ്റായിരിക്കും അല്ലേ? സോ ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ തിരിച്ചിടാം. അയാളുടെ മാനസിക വയസ്സ് 12 ആണ്. പ്രായം 6 ആണെന്നിരിക്കട്ടെ. അപ്പോഴും കൂടിയില്ലല്ലേ. അയാളുടെ പ്രായം 24 കേട്ടോ. പ്രായം 24ഉം മാനസിക വയസ്സ് 12 എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ 25 എന്ന് കൊടുക്കാം കേട്ടോ. 25 പ്രായം. മാനസിക വയസ്സ് എത്രയേ ഉള്ളൂ? 12. അപ്പോൾ മാനസിക വയസ്സ് പ്രായത്തേക്കാൾ കുറവാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 25 ഇവിടെ 1 ആയിട്ട് വെട്ടാം, ഇവിടെ 4. ദെൻ 12 × 4 എത്രയാ? 12, 24, 48 അല്ലേ? 48 എന്ന് പറഞ്ഞാൽ 100നേക്കാൾ താഴെയല്ലേ? സോ ഒരാളുടെ IQ 100 എന്നതിന് അർത്ഥം അയാളുടെ മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണ്. ഇനി മാനസിക വയസ്സാണ് കാലിക വയസ്സിനേക്കാൾ പ്രായത്തേക്കാൾ കൂടുതലെങ്കിൽ IQ 100നേക്കാൾ കൂടുതലായിരിക്കും. ഇനി മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കുറവാണെങ്കിൽ IQ 100ൽ താഴെ ആയിരിക്കും. ഇതൊരു കോമൺ റൂളാണ്, പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് സഹായം ചെയ്യും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു IQ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. IQ എന്ന ഇക്വേഷൻ, നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻ കൊണ്ടുവന്നത് ആരെന്നറിയോ? വില്യം സ്റ്റേൺ ആണ്. IQവിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് വില്യം സ്റ്റേൺ ആണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ മെന്റൽ ഏജ് എങ്ങനെ കണക്കാക്കാം എന്ന് പറഞ്ഞത് ആരാ? ആൽഫ്രഡ് ബിനെ ആണ്. ഈ 2 പേരുകൾ മനസ്സിലാക്കുക. IQ എന്ന ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് വില്യം സ്റ്റേൺ ആണ്. IQവിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ MA/CA × 100 ഇക്വേഷൻ നമ്മളെ പരിചയപ്പെടുത്തിയത് വില്യം സ്റ്റേൺ. അപ്പോൾ IQ ഉണ്ടെങ്കിലേ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ കഴിയൂ എന്ന് പഠിക്കുക. IQ ഉണ്ടെങ്കിലേ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ കഴിയൂ. ദെൻ മാനസിക വയസ്സ് എന്ന സങ്കല്പം നമ്മളെ പഠിപ്പിച്ചത് ആൽഫ്രഡ് ബിനെ. അപ്പോൾ മെന്റൽ ബിനെറ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ബിനെ എന്നാണ് നമ്മൾ വായിക്കുക. മെന്റൽ ബിനെറ്റ് ആ ഒരു പ്രാസത്തിന് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു IQ. IQവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മനുഷ്യനെ വർഗീകരിക്കാം?
there exists a wide difference among individuals with regard to intelligence. ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ വലിയ വ്യത്യാസം തന്നെ വരുന്നുണ്ട്. No two individuals, even the identical twins nurtured almost in similar environmental have same level of intelligence. നമ്മൾ നേരത്തെ പറഞ്ഞ ഇരട്ടകളായിട്ടുള്ള കുട്ടികൾ ഒരേ പരിസരത്ത് ഒരേ രക്ഷകർത്താക്കൾ തന്നെ വളർത്തിയാൽ കൂടിയും ഐക്യുവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഐക്യു ഓരോ വ്യക്തി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. There is an important fact that every nurse must understand. ഓരോ നേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഐക്യു എല്ലാവരിലും സെയിം അല്ല. It is due to these individual differences that some patients understand the instructions of the nurse without much difficulty, while others cannot in spite of their best efforts. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ചില രോഗികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നിങ്ങൾ ഒരു മുറിയിൽ ചെന്നിട്ട്, പേഷ്യൻസ് കിടക്കുന്ന ഒരു വാർഡിൽ ചെന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ ചില ആളുകൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും, ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾക്ക് എത്ര തവണ ഞാൻ പറയണം, ഇതേപോലെയല്ലേ ഞാൻ അയാളോടും പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഐക്യുവിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. എന്തായിരിക്കും അല്ലേ, നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തകരാറാണ് നിങ്ങളും മനസ്സിലാക്കുക അല്ലേ. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇൻട്രാ പേഴ്സണൽ സ്കില്ല് വേണം. കണ്ടോ, ഇൻ്റലിജൻസിൻ്റെ കളിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നാം ഒരു വാർഡിൽ ചെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ, ഒറ്റ തവണ മാത്രം പറഞ്ഞാൽ കുറച്ച് പേർക്ക് മനസ്സിലാവും. 2-3 തവണ പറയേണ്ടി വരും, ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി പറയേണ്ടി വരും. ഇതൊക്കെ ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യണം. ഇന്റലിജൻസിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇൻഡിവിജ്വൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബിറ്റ്വീൻ ജീനിയസ് ടു മെന്റലി റിട്ടാർഡഡ് ബേസ്ഡ് ഓൺ ദെയർ ഐക്യു. എങ്ങനെയാണ് ഇവരുടെ ഇന്റലിജൻസിനെ നമ്മൾ കണക്കാക്കുന്നത്? ഐക്യു കണ്ടെത്തിയതിനു ശേഷം ആളുകളെ ജീനിയസ് അഥവാ പ്രതിഭാശാലി എന്നത് മുതൽ മെന്റലി റിട്ടാർഡഡ് മാനസിക ബുദ്ധിമാന്ദ്യമുള്ള ആളുകൾ, മാനസിക പ്രശ്നമുള്ള ആളുകൾ എന്നത് വരെ നമുക്ക് തരംതിരിക്കാൻ. അപ്പോൾ ഐക്യു ഏറ്റവും കൂടുതലാണെങ്കിൽ ജീനിയസ് എന്നും, ഐക്യു കുറവാണെങ്കിൽ മാനസിക പ്രശ്നമുള്ള, ബുദ്ധി കുറവുള്ള ആൾ എന്നും നമുക്ക് തരംതിരിക്കാൻ കഴിയും. സോ ഐക്യുവിൻ്റെ ക്ലാസിഫിക്കേഷൻ അതുകൂടി പറയണം. അതുകൂടി പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും. സോ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് കേട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കണം, പഠിച്ചേ പറ്റൂ. എക്സാമിന് ചോദിക്കും. ഈ ടേബിൾ നിങ്ങൾ പഠിക്കുക. ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഐക്യു ചെയ്യുമ്പോൾ, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐക്യുവിൻ്റെ ഇക്വേഷൻസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ പറഞ്ഞു, 100-നേക്കാൾ മുകളിലുണ്ടാവും, 100-നേക്കാൾ താഴെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഒരു വാല്യൂ ആണ്, ഐക്യു റേഞ്ച് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഐക്യു റേഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത്? MA/CA × 100 ഇട്ട് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രായവും മെന്റൽ ഏജും കിട്ടണം. അത് കൊണ്ട് നമ്മൾ ഇക്വേഷൻസ് ഇട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റേഞ്ച് കിട്ടും. ആ റേഞ്ചിൽ വരുന്ന ആളുകളെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, 90 മുതൽ 110, അഥവാ 100-ന് ഇപ്പുറത്തുള്ള 10ഉം ഇപ്പുറത്തുള്ള 10ഉം അല്ലേ, അഥവാ 100-ന് ഇപ്പുറത്തുള്ള 10, അപ്പോൾ 90 മുതൽ 110. 90 മുതൽ 110 ആവറേജ് ആണ്. ഒരാളുടെ ഐക്യു 100 ആണെങ്കിൽ ആവറേജ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരാളുടെ ഐക്യു 100 ആണെങ്കിൽ ആവറേജ് ആണ്. അപ്പോൾ 100 മാത്രമല്ല, 100-ൻ്റെ അപ്പുറത്ത് 10, ഇപ്പുറത്ത് നിന്നും 10 എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആവറേജ് അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരാളുടെ ഐക്യു 100 ആണെങ്കിൽ അയാൾ ആവറേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഐക്യു 100 മാത്രമല്ല, 100-ൻ്റെ ഇപ്പുറത്ത് നിന്ന് 10, ഇപ്പുറത്ത് നിന്ന് 10, മുകളിൽ നിന്ന് 10, താഴെ നിന്ന് 10. അപ്പോൾ 90 to 110 ആവറേജ്. അപ്പോൾ അത് ഓക്കെ അല്ലേ, അത് സെറ്റ് അല്ലേ? ഇനി ഇത് പഠിച്ചോളൂ. 140-ന് മുകളിൽ ജീനിയസ്. ഒരാളുടെ ഐക്യു 140-ന് മുകളിൽ, അത് 200 ആകട്ടെ 300 ആകട്ടെ, അത്രയൊന്നും പോവില്ല കേട്ടോ. 140-ന് മുകളിലേക്ക് പോയാൽ ജീനിയസ് സെറ്റ് അല്ലേ? അപ്പോൾ 90 മുതൽ 140 വരെയുള്ള ആള് ആവറേജ്, എബോ ആവറേജ്, സുപ്പീരിയർ, വെരി സുപ്പീരിയർ, ജീനിയസ്, ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ 140-ന് മുകളിൽ ജീനിയസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 140-ന് താഴെ വരുമ്പോൾ എല്ലാം 10ആണ് ഡിഫറൻസ് കേട്ടോ. 10 ഡിഫറൻസ് പഠിച്ചു വെക്കുക. 130 to 140 വെരി സുപ്പീരിയർ ആണ്. ദെൻ 120 മുതൽ 130 വരെ സുപ്പീരിയർ ആണ്. 110 മുതൽ 120 വരെ എബോവ് ആവറേജ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക, ജീനിയസ്, വെരി സുപ്പീരിയർ, എബോവ് ആവറേജ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കലാണ് കേട്ടോ. ആവറേജ്, എബോവ് ആവറേജ്, സുപ്പീരിയർ, വെരി സുപ്പീരിയർ, ജീനിയസ് സെറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആവറേജ് 100 ആവറേജ് ആണ്. 100-ൻ്റെ ഇപ്പുറത്ത് നിന്ന് 10, ഇപ്പുറത്ത് നിന്ന് 10. അപ്പോൾ 90 to 110 ആവറേജ് ആണ്. അപ്പോൾ എബോവ് ആവറേജ് ആകണമെങ്കിൽ മുകളിലോട്ട് എല്ലാ ഡിഫറൻസും 10 വീതമാണ് വരുന്നത് അല്ലേ? 10 വീതമാണ്. അപ്പോൾ 90 മുതൽ 110.
അപ്പോൾ 110 ഇവിടെ കൊടുക്കുക, ഇവിടെ എന്ത് കൊടുക്കുക, 110 ആദ്യം കൊടുക്കുക, ഇവിടെ 120, അത് എബോവ് ആവറേജ് ആണ്. പിന്നെ വീണ്ടും 10 പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ഈ 120 10 പ്ലസ് ആകുമ്പോൾ സുപ്പീരിയർ. പിന്നെ വെരി സുപ്പീരിയർ ആണെങ്കിൽ ഈ 130 10 കൂട്ടുക, അപ്പോൾ വെരി സുപ്പീരിയർ. പിന്നെ ആ 140 മുകളിൽ ജീനിയസ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 90 മുതൽ 110 വരെ ആവറേജ്. അപ്പോൾ 110 ഈ ലാസ്റ്റത്തെ സാധനത്തിൽ 10 കൂട്ടി കൊടുക്കുക, 110 പ്ലസ് 10, അപ്പോൾ 120 വരെ എബോവ് ആവറേജ്. പിന്നെ ഇവിടെ 10 കൂട്ടുക, 120 പ്ലസ് 10 130 സുപ്പീരിയർ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിച്ചു വെക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കുക. ആവറേജിൻ്റെ വാല്യൂവും ജീനിയസിൻ്റെ വാല്യൂവും പഠിച്ചു വെച്ചിട്ട് ഇതിനിടയിൽ വരുന്നത് 10 വീതം കൂടി പോകും എന്ന് മനസ്സിലാക്കുക. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി 80 മുതൽ 90 വരെ ഡൾ ആവറേജ് ആണ്, അഥവാ ആവറേജിനേക്കാൾ താഴെയാണ്, ബിലോ ആവറേജ് ആണ് കേട്ടോ. 80 മുതൽ 90 വരെ. ഇവിടെ എല്ലാം 10ന്റെ ഡിഫറൻസ് അല്ലേ കാണുന്നത്? ഇവിടെ 10ന്റെ ഡിഫറൻസ് ആണ്, 10ന്റെ ഡിഫറൻസ് ആണ്. 70 മുതൽ 80 10ന്റെ ഡിഫറൻസ് ആണ് അല്ലേ? 10ന്റെ ഡിഫറൻസ് ആണ്. 50 മുതൽ 70 ആവുമ്പോൾ അവിടെ 10ന്റെ ഡിഫറൻസ് അല്ല, 20ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 10ന്റെ ഡിഫറൻസ് വരെ വരുന്നത്, അഥവാ 70 to 80 വരെ ഐക്യമുള്ള ആളുകൾ വലിയ തരക്കേടില്ല, ബോർഡർ ലൈനാണ്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടില്ല, ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. 70 to 80 ബോർഡർ ലൈനാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. 70 to 80 ബോർഡർ ലൈൻ, ഇത് പഠിക്കണം. 70 to 80 ബോർഡർ ലൈനാണ്, അതിർത്തിയിൽ നിൽക്കുകയാണ്. ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് പ്രശ്നമാണ്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചു. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ IQ 70 താഴെ വന്നു കഴിഞ്ഞാലാണ് ബുദ്ധിമാന്ദ്യമുള്ള ആളുകളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന 4 കാറ്റഗറീസ് ബുദ്ധിമാന്ദ്യമുള്ള ആളുകളാണ്. ഈ ബുദ്ധിമാന്ദ്യം ചെറുതുണ്ട്, വലുതുണ്ട്, മാരകമുണ്ട്, ഏറ്റവും മാരകമുണ്ട് കേട്ടോ. അപ്പോൾ 50 മുതൽ 20 അഥവാ 50 മുതൽ 0 വരെ വരുമ്പോൾ എല്ലാം ബുദ്ധിമാന്ദ്യം, മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യമാണ്. ഒന്ന് മൈൽഡാണ്, 50 to 70 മൈൽഡാണ്, 35 മുതൽ 50 മോഡറേറ്റ് ആണ്, ഒരു ആവറേജ് ആണ്, മെന്റൽ റിട്ടാർഡേഷൻ്റെ ആവറേജ് ആണ്. സീവിയർ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള ബുദ്ധിമാന്ദ്യമാണ്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, അങ്ങേ അറ്റത്ത മെന്റൽ റിട്ടാർഡേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ 70 മുതൽ 80 വരെ ബോർഡർ ലൈൻ ആണ്, അത് പഠിച്ചു വെക്കണം. 70 മുതൽ 80 വരെ ബോർഡർ ലൈൻ. അവിടെ ഈ 70 മുതൽ 80 വരെ അഥവാ ബോർഡർ ലൈൻ വരെ ക്ലാസിഫിക്കേഷനിലെല്ലാം 10 വരെയുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി അങ്ങോട്ട് ആ ഒരു ഡിഫറൻസിൽ വ്യത്യാസം വരും. 50 to 70 എന്ന് പറയുമ്പോൾ 20ന്റെ ഡിഫറൻസ് ആണ്. 35 ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 20 ആണ് അല്ലേ? 50 പ്ലസ് 20 ആണ് 70. ദെൻ 35നും 50നും ഇടയിൽ എത്രയാണ് വരുന്ന ഡിഫറൻസ്? 15 അല്ലേ? 15 അല്ലേ? 40 അതെ 15 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് 15 ആണ്. ദെൻ ഇവിടത്തെ ഡിഫറൻസ് 15 അല്ലേ? 20 10 30 യെസ് 15 ആണ്. ദെൻ ഇവിടുത്തെ ഡിഫറൻസ് 20 ആണ്. കണ്ടോ? അപ്പോൾ മെന്റൽ റിട്ടാർഡേഷനിൽ വരുമ്പോൾ ആദ്യത്തതിൽ 20 ഡിഫറൻസും ബാക്കി വരുന്ന രണ്ടെണ്ണത്തിൽ 15 പിന്നെ 20. എന്നിട്ട് പഠിച്ചു വെക്കുക, ഒരാളുടെ IQ 50നും 70നും ഇടയിലാണെങ്കിൽ മൈൽഡാണ്, മെന്റൽ റിട്ടാർഡേഷൻ മൈൽഡാണ്. നിങ്ങൾ മൈൽഡ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി, മെന്റൽ റിട്ടാർഡേഷൻ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ 50 to 70 ആണെങ്കിൽ മൈൽഡ്, 35 മുതൽ 50 വരെ ആണെങ്കിൽ മോഡറേറ്റ്, 35നും 50നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ്, 20 മുതൽ 35 വരെയാണ് എങ്കിൽ സീവിയർ കേട്ടോ, സീവിയർ ആണ്, മാരകമാണ്. 0 മുതൽ 20 ആണെങ്കിൽ പ്രൊഫൗണ്ട് ആണ്. ഓക്കെ അല്ലേ? അഥവാ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടല്ലോ, സീവിയർ, പ്രൊഫൗണ്ട്, സ്വന്തം കാര്യം പോലും ശരിക്കും ചെയ്യാൻ കഴിയില്ല, പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ് സീവിയറും പ്രൊഫൗണ്ടും. മൈൽഡ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, ആളിച്ചിരി സ്ലോ ആയിരിക്കും. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആൾ ചെയ്യും, ചെറിയ ചെറിയ കാര്യങ്ങൾ ആൾ ചെയ്യും. സീവിയർ ആയി കഴിഞ്ഞാൽ സ്വന്തം കാര്യം പോലും ചെയ്യില്ല, ചിലപ്പോൾ ആൾ കിടപ്പിൽ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബോർഡർ ലൈൻ 70 to 80, അതിന് മുകളിലേക്കെല്ലാം 10 ഡിഫറൻസ് വെച്ചാണ് പോകുന്നത്. പക്ഷെ ആവറേജ് വരുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ എന്തെടുക്കുന്നു? 100 എടുത്തിട്ട് 100ൻ്റെ ഇപ്പുറത്തുനിന്ന് 10 ഇപ്പുറത്തുനിന്നും 10 അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ആവറേജ് അത് ഞാൻ സെറ്റാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടെല്ലാം 10ൻ്റെ ഡിഫറൻസ് ആണ്. ആവറേജ്, എബോ ആവറേജ്, സുപ്പീരിയർ, വെരി സുപ്പീരിയർ, ജീനിയസ്, എല്ലാം 10ൻ്റെ ഡിഫറൻസ്. ജീനിയസ് 140ന് മുകളിൽ. ദെൻ മെന്റൽ റിട്ടാർഡേഷൻ വരുന്നത് 70 to 80 ബോർഡർ ലൈൻ ആണല്ലോ. അപ്പോൾ 70ന് താഴെ 20 ഡിഫറൻസ് വരും. 50 to 70 മൈൽഡ്,
35 to 50 15 ഡിഫറൻസ് മോഡറേറ്റ്. ഇനിയും 15 ഡിഫറൻസ് 25 to 35 സീവിയർ. ദെൻ 0 to 20 പ്രൊഫൗണ്ട്. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഉറപ്പാണ് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. നമ്മുടെ PYQ ഇതുമായിട്ട് ബേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. അത് സെറ്റായല്ലോ. സോ യൂസസ് ഓഫ് ഇൻ്റലിജൻസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കൂടി പറഞ്ഞാൽ ഒരു ഒറ്റ സ്ലൈഡും കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കും. പിന്നെ കുറച്ച് MCQസിലേക്ക് നമ്മൾ കിടക്കും. യൂസസ് ഓഫ് ഇൻ്റലിജൻസ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ടു ചേഞ്ചിങ് സിറ്റുവേഷൻസ് ക്വിക്ക്ലി ആൻഡ് കറക്റ്റ്ലി. മാറി വരുന്ന സാഹചര്യങ്ങളെ വളരെ പെട്ടെന്ന് ശരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇൻ്റലിജൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് ഹെൽപ്പ് ടു ക്യാരി ഓൺ ഹയർ മെൻ്റൽ പ്രോസസ് സച്ച് ആസ് റീസണിങ്, ജഡ്ജിങ്, ക്രിട്ടിസൈസിങ്. അപ്പോൾ നമുക്ക് വലിയ ചിന്തകൾ ആവശ്യം വരുന്ന യുക്തിചിന്ത, ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക, ജഡ്ജിങ്, ക്രിട്ടിസൈസിങ്, വിമർശനം, നിരൂപണം, ഇതിനെല്ലാം കൃത്യമായിട്ട് സഹായിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടാവണം. ബുദ്ധിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അവൻ പറയുന്നതും ശരിയാണ്, ഇവൻ പറയുന്നതും ശരിയാണ്, അതും ശരിയാണ്, ഇതും ശരിയാണ്, ഇങ്ങനെ ആയിരിക്കും പറയുക. കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യണമെങ്കിൽ, നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ലേൺ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രശ്നം പരിഹരിക്കാനും നമ്മെ സഹായിക്കുന്നത് ബുദ്ധിയാണ്. ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ടു പെർഫോം ബെറ്റർ അണ്ടർ എ വെറൈറ്റി ഓഫ് സർക്കംസ്റ്റൻസസ്. പല തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാലും കൃത്യമായിട്ടും അതിനൊത്ത് പെർഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസ് ആണ് എല്ലാ തരത്തിലും നമ്മളെ സഹായിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, അല്ലെ, പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിലും ഇൻ്റലിജൻസ് വേണം. ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദ നോളജ് ഗെയിൻഡ് ഇൻ വേരിയസ് സബ്ജക്ട് സിറ്റുവേഷൻസ് ഇൻ ഡീലിംഗ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ. നാം പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യണമെങ്കിലും ബുദ്ധി വേണം, അല്ലെ, ഇൻ്റലിജൻസ് വേണം. അപ്പോൾ ചില ആളുകൾക്ക് കാര്യങ്ങൾ പഠിക്കും, പക്ഷേ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ കുറവാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും അത് അപ്ലൈ ചെയ്യണമെങ്കിലും എന്ത് വേണം? ഇൻ്റലിജൻസ് വേണം. സോ ഡിയർ ഫ്രണ്ട്സ്, ഇൻ്റലിജൻസ് എന്താണ് എന്നും ഇൻ്റലിജൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നും IQ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ യൂസസ് എന്താണെന്നും നമ്മൾ പഠിച്ചു. സെറ്റല്ലേ? സോ നാം പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ ഡിസ്പ്ലേ ചെയ്തിരുന്നു. നമുക്ക് അതിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ്റലിജൻസ് കോഷ്യന്റ് 55 to 70 ഇൻഡിക്കേറ്റ്സ്. നമ്മൾ പഠിച്ചത് 50 to 70 ആണ്. ഒരു 5-ൻ്റെയൊക്കെ വ്യത്യാസം വന്നാലും പ്രശ്നമില്ല കേട്ടോ. കാരണം ഈ ഇൻ്റലിജൻസ് ചാർട്ട് പലതരത്തിലുള്ള ചാർട്ടുണ്ട്. അപ്പോൾ ചില ചാർട്ടുകളിൽ 5 പോയിന്റുകളുടെ ഡിഫറൻസ് വരും കേട്ടോ. 5 പോയിന്റുകളുടെ ഡിഫറൻസ് വരും. നമ്മൾ 50 to 70 പഠിച്ചിട്ടുള്ളത്. ഇത് 55 to 70 ചോദിച്ചാലും അത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഒരു 5 അങ്ങോട്ടോ ഇങ്ങോട്ടോ മുകളിലോട്ടോ താഴോട്ടോ പോയാലും പ്രശ്നമില്ല. നമ്മുടെ കോഴ്സ് ബുക്കിൽ തന്നിരിക്കുന്ന ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം 55 മുതൽ 70 ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു 70 to 80 ബോർഡർ ലൈനാണ് എന്ന് പറഞ്ഞു. 70 to 80 ബോർഡർ ലൈനാണ്. അതിൽ താഴെ വരുന്നതാണ് 50 to 70. 50 to 70 അത് മൈൽഡ് അല്ലേ? മൈൽഡാണ് അല്ലേ? മൈൽഡാണ് എന്ന് മനസ്സിലാക്കുക. 50 to 70 മൈൽഡാണ്. പിന്നെ അങ്ങോട്ടാണ് 35 to 50 ആണ്. 35 to 50 ആണ് മോഡറേറ്റ് അല്ലേ? 35 to 50 അല്ലെങ്കിൽ 35 to 55 ഇവിടെ കൊടുത്ത പ്രകാരം 35 to 55 അല്ലെങ്കിൽ 50 ആണ് മോഡറേറ്റ്. പിന്നെ വീണ്ടും ഒരു 15ലേക്ക് പോകുമ്പോൾ 25 to 35 ആണ് അല്ലെങ്കിൽ 20 to 35 ആണ്. 20 to 35 ആണ് സീവിയർ. ദെൻ 0 to 20 ആണ് പ്രൊഫൗണ്ട്. സെറ്റ് അല്ലേ? അപ്പോൾ ആ ഒരു ചാർട്ട് പഠിക്കണം. അപ്പോൾ ഒരു 5-ൻ്റെയൊക്കെ ഡിഫറൻസ് വന്നാലും അത് റൗണ്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അടുത്ത ചോദ്യം: എ 12-year-old ബോയ് ഹാസ് മെന്റൽ ഏജ് ഓഫ് 8 years. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ഹി ബിലോങ്സ് ടു? 12 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി, 8 വയസ്സാണ് അവൻ്റെ മാനസിക വയസ്സ്. അപ്പോൾ അവൻ്റെ ക്രൊണോളജിക്കൽ ഏജ് 12, മെന്റൽ ഏജ് 8 എങ്കിൽ അവൻ ഏത് മെന്റൽ റിട്ടാർഡേഷൻ്റെ ടൈപ്പിൽ വരുന്നു? മെന്റൽ റിട്ടാർഡേഷൻ ഏത് ടൈപ്പിൽ വരുന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് IQ അറിയണം അല്ലേ? IQൻ്റെ റേഞ്ച് അറിഞ്ഞാലേ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മെന്റൽ ഏജും ക്രൊണോളജിക്കൽ ഏജും ഉണ്ട് എങ്കിൽ IQ കണ്ടെത്താൻ എന്ത് ചെയ്യണം? നമുക്കറിയാം. എന്ത് ചെയ്യണം? CMA അല്ലേ? MA/CA × 100 ഇട്ട് ചെയ്യണം.
മെന്റൽ ഏജ് എത്രയാണ്? മെന്റൽ ഏജ് 8 ആണ്. ക്രോണോളജിക്കൽ ഏജ് 12 ആണ്. ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യാം, നമുക്ക് വെട്ടി വെട്ടി ചെയ്യാം. ഇവിടെ ആദ്യം 4 വരും, ഇവിടെ 12 വരും, സോറി 6 വരും അല്ലേ, 6 വരുന്നു. പിന്നെയും നമുക്ക് വെട്ടിക്കൂടെ? പിന്നെയും നമുക്ക് വെട്ടാം. ഇവിടെ 2 വരുന്നു, ഇവിടെ 3 വരുന്നു, 3 വരുന്നു. അപ്പോൾ അവിടെ 2 കിടപ്പുണ്ടല്ലേ, 2 കിടപ്പുണ്ടോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ 100ഉം 3ഉം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ഗുണിക്കുമ്പോൾ ഏകദേശം ഒരു 33 പോയിന്റ് സംതിങ് വരും. 33 പോയിന്റ് സംതിങ് വരും. അപ്പോൾ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, 33 എടുത്താൽ മതി. 33 പോയിന്റ് സംതിങ്. ദെൻ 2 ഇവിടെ കിടപ്പുണ്ട്, 2 കൊണ്ട് ഹരിക്കണം, അതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഏകദേശം ഒരു 66 കിട്ടും. 66 കിട്ടും. IQ ഏകദേശം ഒരു 66 അല്ലെങ്കിൽ 67 ആണ് IQ വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ വെട്ടി തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 66 കിട്ടും. അപ്പോൾ 66 ആണെങ്കിൽ ഏത് ടൈപ്പിൽ വരുന്നു? നിങ്ങൾ നോക്കിയേ. മൈൽഡ് ആണ് എങ്കിൽ, മൈൽഡ് ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ അവിടെ വന്നിട്ടേ ഉള്ളൂ. 50 മുതൽ 70 മൈൽഡാണ്, അല്ലെങ്കിൽ 55 മുതൽ 70. അപ്പോൾ 66 ഇതിൻ്റെ ഇടയിൽ വന്നിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം മൈൽഡാണ് കേട്ടോ. മൈൽഡാണ്, ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് IQ റേഞ്ച് ചിലപ്പോൾ തന്നിട്ട് അത് ഏത് ടൈപ്പാണെന്ന് ചോദിക്കും. കണ്ടോ, ഇവിടെ 55 മുതൽ 70 ആണ് IQ റേഞ്ച്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരാൾ ഏത് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് IQ റേഞ്ച് തന്നെ ചോദിക്കും കേട്ടോ. ഇത് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്നാണ് ആൻസർ. എന്ത് തെറ്റിപ്പോയതാണ്? ക്വസ്റ്റ്യൻ തന്നപ്പോൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. PSCയുടെ ക്വസ്റ്റ്യൻ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, മെന്റൽ റിട്ടാർഡേഷൻ രണ്ടും സെയിം ആണേ. സെറ്റല്ലേ? സോ നമ്മൾ പഠിച്ച ആ ഒരു ചാർട്ട് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഇവിടെ കണ്ടോ, 55 മുതൽ അല്ലെങ്കിൽ 50 മുതൽ 70 മൈൽഡാണ്. അപ്പോൾ 2 ചോദ്യത്തിന് ഉത്തരവും സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ, ഓർത്തിരിക്കണം. 55 മുതൽ 70 മൈൽഡാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ദെൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഉത്തരം മൈൽഡ് തന്നെയാണ്. ദെൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ദ മെന്റൽ ഏജ് ഓഫ് എ പേഴ്സൺ ഈസ് 30. ഒരാളുടെ പ്രായം മെന്റൽ ഏജ്, മാനസിക വയസ്സ് 30, കാലിക വയസ്സ് 30. എന്നാൽ ഇന്റലിജൻസ് IQ എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആണെങ്കിൽ IQ 100 ആയിരിക്കും. ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 30/30 ഇൻറ്റു 100. 30 വെട്ടി 100. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് PYQs വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും അത് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാൽക്കുലേഷൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിൾ അല്ലേ? അപ്പോൾ കൃത്യമായിട്ടും ഇക്വേഷൻസ് അടക്കം പഠിച്ചു വെക്കുക. സെറ്റല്ലേ? പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.